നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നലെ നിമിഷങ്ങൾക്കായി അവിടുന്ന് ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുകയാണ് കർത്താവേ. ദൈവത്തിന്റെ വചനവുമായി അപ്പച്ച നിന്റെ കുഞ്ഞുങ്ങളോട് ഒത്ത് കർത്താവേ, നീ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഈ നല്ല സമയത്ത് അപ്പച്ചന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തന്നെ കർത്താവെ ആദ്യം മുതൽ അവസാനം വരെയും രാജാവെ അവിടുന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, നിന്റെ ശക്തി അവിടുന്ന് ഞങ്ങൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ ഇന്ന് അവിടുന്ന് കർത്താവെ ചെത്തി വെടിപ്പാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെല്ലാം ദൈവം തീർക്കണമേ. അപ്പച്ചന്റെ കരങ്ങളിൽ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള അപ്പച്ചന്റെ വചനത്തിന്റെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അപ്പൊ ആ വചനം ദൈവമേ ഹല്ലേലൂയ, ഞങ്ങൾ പൂർണ്ണമായി അവിടുന്ന് കർത്താവെ അവിടുന്ന് ഉള്ളതുപോലെ ഞങ്ങൾ സ്വീകരിപ്പാൻ ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഈ സൂമിൽ ദൈവം വെച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും രാജാവിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം രാജാവ് എടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലം സിസ്റ്ററിനോട് സംസാരിക്കുവാൻ ഇടയായി. വളരെ സന്തോഷമുണ്ടായിരുന്നു. മനസ്സിന് ഒത്തിരി ഒത്തിരി ആം, ഉം, സന്തോഷം ലഭിച്ച നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ ഓർക്കുമ്പോൾ. നമ്മളെല്ലാവരും, ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ എല്ലാവരും ഉള്ളതുപോലെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. മലയാളം ഒന്നും അത്ര വലിയ ഒത്തിരി ഫ്ലുവൻസി ഇല്ലെങ്കിലും മാക്സിമം ട്രൈ ചെയ്യാം. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഒരിടത്ത് അടങ്ങി, ലൈക്ക് യു കെ നോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ഇറ്റ് ജസ്റ്റ് ഫ്ലോസ്. അത് പോകുന്നിടത്തെല്ലാം ജീവൻ ഉണ്ടാകുമെന്നാണ് അല്ലേ? ദ പവർ ഗോഡ്സ് വേർഡ് ഹാസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് യു ആൻഡ് ഐ ക്യാൻ ലിമിറ്റ്. അത് ബിയോണ്ട് ആണ്. നമ്മുടെ ശക്തിക്കപ്പുറം, നമ്മുടെ ചിന്തയ്ക്കപ്പുറം കടന്നു പോകുന്ന ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. ഇപ്പോൾ ആത്മീയ ജേർണിയില് നമ്മളെല്ലാവരും പലവരും പല വ്യത്യസ്ത യാത്രയിലായിരിക്കുന്നു അല്ലെ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ മുൻപില് ചിലവർക്ക് 10 വർഷമാകാം, 10-15 ആകാം, അല്ലെങ്കിൽ 30 വർഷമാകാം. പാരമ്പര്യമായി വന്നവരായിരിക്കാം. അല്ലെങ്കിൽ ജാതിക ആ കൂട്ടായ്മകളൊക്കെ കളഞ്ഞേച്ച് സത്യദൈവത്തിൽ നമ്മൾ വന്നവരായിരിക്കാം. പലവിധമായ വ്യത്യസ്ത കോളിംഗിൽ ആയിരിക്കും Hallelujah. നമ്മൾ എല്ലാവരുടെയും വിളി. Amen, amen, ഓരോ amen. ഓരോരുത്തരുടെ വിളിയും Amen, amen. തെരഞ്ഞെടുപ്പും ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും അവരുടേതായ ഒരു വിളിയുണ്ട്. അത് നമുക്ക് നമ്മുടെ അളവ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെ കുറിച്ചാണ് ദൈവാത്മാവ് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ, പങ്കുവെക്കുവാൻ ദൈവം നൽകിയ ആ സന്ദേശമായി വന്നിരിക്കുന്നത്. നമ്മുടെ ചിന്തയ്ക്കായി ഇന്ന് അപ്പോസ്തലർ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നുമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കാരണം ഇന്ന് ആത്മീയ അന്തരീക്ഷത്തില് അല്ലെങ്കിൽ സഭകളില് നമ്മുടെ സ്പിരിച്വാലിറ്റിയില് നടക്കുന്ന പലതും കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളില് നമ്മൾക്ക് എപ്പോഴും ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ വി ഡോണ്ട് നോ വേർ വി ആർ ഹെഡിങ് ടു. ഈ പോകുന്ന പോക്ക് എങ്ങോട്ടാ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജീവിതയാത്രയിലായിരിക്കുന്നു നിങ്ങളും ഞാനും. അപ്പോൾ യാഥാർത്ഥ്യമായി അല്ലെങ്കിൽ ഉള്ളതുപോലെ നമുക്ക് തിരിച്ചറിയുവാൻ ഇന്ന് നമുക്ക് കഴിയണം. കാരണം എന്നാലേ നമുക്ക് അങ്ങോട്ടുള്ള മുമ്പോട്ടുള്ള വലിയൊരു യാത്ര, നമുക്ക് നമുക്കൊരു വലിയൊരു യാത്ര മുമ്പിലുണ്ടെന്നുള്ളത് നമ്മൾ മറക്കണ്ട. ദൈവം അതിനാണ് ഈ വചനങ്ങളൊക്കെ നമുക്ക് നൽകി നമ്മളെ ശക്തീകരിച്ച് മുമ്പോട്ട് ബലപ്പെടുത്തി മുമ്പോട്ട് പോകുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ വചനവുമായി ഇന്ന് നിങ്ങളുടെ മുൻപിലായിരിക്കുന്നു. എന്നെക്കുറിച്ച് ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയുവാണെങ്കിൽ, എൻ്റെ പേര് ഷീല തോമസ് എന്നാണ്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിലാണ്. നാട്ടില് പുനലൂരാണ് ഞങ്ങളുടെ എൻ്റെ പേരൻസിൻ്റെ ഒക്കെ വീടും കുടുംബവും. നാടുമായിട്ട് അത്ര വലിയ കണക്ഷൻ ഒന്നുമില്ല. 6 മാസം കൂടുമ്പോൾ ഞങ്ങൾ വെക്കേഷനിലൊക്കെ ചെന്നൈയിൽ നിന്ന് അവധിക്ക് വരുന്ന ഒരു ചെറിയ ഒരു ഓർമ്മകളൊക്കെ ഉള്ളൂ വർഷം തോറും. എന്നെ വിവാഹം കഴിച്ചത് കൊല്ലത്താണ്. എൻ്റെ ഹസ്ബൻഡ് കൊല്ലത്ത് നിന്നുള്ളതാണ്. സോ അങ്ങനെയാണ് കൊല്ലത്ത് ഞങ്ങൾക്ക് ചിന്നക്കടയിലെ ഒരു വീടും ഒക്കെ മേടിച്ചൊക്കെ സെറ്റിൽ ചെയ്യുവാണ് ദൈവം സഹായിച്ചത്. എനിക്ക് 4 മക്കളുണ്ട്. 3 ആണും 1 മോളുമാണ്. കുഞ്ഞുങ്ങളെല്ലാം വലുതാണ്. ഏറ്റവും ഇളയത് മോളാണ്. അവൾക്ക് 18 വയസ്സും. അങ്ങോട്ടുള്ള മൂത്ത മോന്റെ പ്രായം 32ഉം 18ഉം ഇടയിൽ 4 കുഞ്ഞുങ്ങളുണ്ട്. 3 ആണും 1 മോളും. യുകെയിൽ വന്നിട്ട് 32 വർഷമായി. സോറി, 34ാമത്തെ വർഷത്തോട്ട് കയറുകയാണ്. പഠിച്ചതെല്ലാം അവിടെ ആയതുകൊണ്ട് എനിക്ക് അത്ര മലയാളം വലിയ ഫ്ലുവൻസി ഇല്ലായിരുന്നു. കൂടുതലും തമിഴും ഹിന്ദിയും ഒക്കെയാണ് കൂടുതൽ അറിയാവുന്നത്.
പിന്നെ ദൈവത്തെ ഞാൻ കാരണം ഞങ്ങൾ മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഞങ്ങൾ ജനിച്ചത് വളർന്നതും കല്യാണം കഴിച്ചതൊക്കെ മർത്തോമയിലാണ്. അങ്ങനെയാണ് കർത്താവ് ഒരു 32 ഇയേഴ്സ് ബാക്ക്, 32 വർഷത്തിന് മുമ്പേ ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് 3-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യം, ഈ 2 വാക്യമാണ് ദൈവം എന്നോട് ഇടപെടുകയും ആ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് കൽപ്പന അനുസരിക്കുകയും അന്ന് മുതൽ എൻ്റെ ദൈവമായിട്ടുള്ള ഒരു യാത്രയാണ്. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പേ എൻ്റെ ഹസ്ബൻഡ് ഈ ലോകത്തിൽ നിന്നും പെട്ടു. ആ സമയങ്ങളിലാണ് ശുശ്രൂഷയ്ക്ക് കർത്താവ് എന്നെ വേർതിരിക്കുന്നത്. അതിനു മുമ്പേ 2007 മുതൽ ഇങ്ങോട്ട് പ്രസംഗിക്കാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും മിഡിൽ ഈസ്റ്റിലൊക്കെ കർത്താവ് സുവിശേഷമായി പോകുവാൻ, ദൈവവചനം പ്രസംഗിപ്പാൻ കർത്താവ് തന്ന ഭാഗ്യമായിരുന്നു. അത് കഴിഞ്ഞ് 2010, അതായത് 2000, ഒരു 10 വർഷം ബാക്ക്, അതായത് 2015 ഇങ്ങോട്ടാണ് ആക്ച്വലി സഭയായി രൂപീകരിക്കുവാൻ സ്വർഗം തന്ന ദർശനത്തിനൊത്തവണ്ണം സഭ ആരംഭിക്കുകയും ഇന്ന് സഭ IPC സഭയോട് ചേർന്ന് നിൽക്കുന്നു. ഇപ്പോൾ ഇത് 8-ാമത്തെ വർഷത്തിലോട്ടാണ് ഞങ്ങൾ കയറുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ ഒരു കൊച്ചു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ കൂടുതലും ചർച്ച് മിനിസ്ട്രി ഫുള്ള് പ്രസംഗിക്കുകയും ചർച്ചിനെ ലീഡ് ചെയ്യുകയും ഓവർസീ ചെയ്യുകയും ഒക്കെ ചെയ്തത് ഈ സഭ ആരംഭിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പേ എനിക്ക് കൂടുതലും എൻ്റെ മേലിരിക്കുന്ന വിളി സ്ട്രീറ്റ് ഇവാഞ്ചലിസമാണ്. അതായത് കവലപ്രസംഗം, എവിടെയൊക്കെ ആളുകൾ കൂടുന്നുവോ അവിടെയൊക്കെ ചെന്ന് സത്യവചനം ഘോഷിക്കുന്നതാണ് എൻ്റെ മേലിരിക്കുന്ന ഒരു വലിയ ഒരു വിളി. സോ ഞാൻ കൂടുതലും ഇവാഞ്ചലിസം ആണ് എൻ്റെ ഒരു ദർശനം. സോ ഇതാണ് എന്നെക്കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ അനുഗ്രഹമേറിയ നിമിഷങ്ങളിലാണ് നമ്മുടെ നേഹ ഞങ്ങളോട് ചേർന്ന് കഴിഞ്ഞ ഇപ്പൊ ഒരു 2 month ആയി തോന്നുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് ഞങ്ങളുടെ സഭയായി ചേർന്ന് നിൽക്കുന്നു. വളരെ പ്രിയമുള്ള ഒരു മകളാണ്. വന്ന നാൾ മുതലേ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമുള്ള ഒരു മകളായി തന്നെ കർത്താവ് ഞങ്ങൾക്ക് കാണുവാനിടയായി. ഇനി തുടർന്നുള്ള യാത്രയും ഇവിടെ ആയിരിക്കുന്ന നാളുകൾ ഞങ്ങളുടെ കൂടെ കർത്താവ് നിർത്തട്ടെ എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വചനം നമുക്കൊന്ന് എടുക്കാം. അപ്പോസ്തലർ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും 4-ാം അധ്യായത്തിൽ 32-ഉം 33-ഉം ഒരു വാക്യം മലയാളത്തിൽ ആരെങ്കിലും വായിച്ചൊന്ന് സഹായിക്കണം. ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സസ് 32 and 33. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്നും ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ആമേൻ. ഈ അപ്പോസ്തലർ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം നമ്മളിപ്പോൾ ഒരുപാട് നമ്മൾ പുറമോട്ട് പോകേണ്ടതുണ്ട്. എവിടേക്കോ സഭകൾക്ക് വന്നുപോയ ചില വീഴ്ചകളുണ്ട്. ഇപ്പൊ നമ്മൾ പല ചർച്ചകളിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി വേദനിക്കുന്ന സംഭവങ്ങളാണ്. എപ്പോഴും നമ്മൾ ബാക്കിലോട്ട് പോകണം. എവിടെയോ എന്തൊക്കെയോ തെറ്റിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയം നമുക്കില്ല. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ അവിടെ ആദ്യ സമയങ്ങളിൽ അവർ എങ്ങനെ ഉള്ളവരായിരുന്നു എന്നാ പറയുന്നത്? ഏക മനസ്സുള്ളവരായിരുന്നു, അല്ലേ? അവര് ഒരു യൂണിറ്റിയിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ ഇടയിൽ യാതൊരു പിരിവിനെയോ അല്ലെങ്കിൽ ഒരു വേർപാടോ ഒന്നുമില്ലായിരുന്നു. അവര് ഒരു മനസ്സോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ കൂടിയ ആരംഭമാണ് സഭയുടെ ചരിത്രത്തിന്റെ ആ ആദ്യ ഭാഗമൊക്കെ. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ളതെല്ലാം കാണുമ്പോൾ അതിനും ഇതിനും പകലും ഇരുട്ടും എന്നതുപോലെ വ്യത്യാസമാണ്, അല്ലേ? ഇതിൽ നമുക്ക് യാതൊരു മാറ്റവും ഇല്ല. അന്നുള്ള ആ സ്നേഹം എന്താണ് എന്നുള്ളതാണ്. അന്ന് എന്തായിരുന്നു, ഇന്ന് നമുക്ക് എന്തുകൊണ്ടാണ് ഇന്ന് ഈ പുതിയ നിയമത്തിൽ നമ്മൾ ഇത്രത്തോളം യാത്ര ചെയ്ത് വന്ന നമ്മൾക്ക് എന്തുകൊണ്ടാണ് ആ വലിയ ഒരു സത്യത്തിൽ നിന്നും സഭ എവിടെയാണ് വീണുപോയത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് എവിടെയാണ് നമുക്ക് നമ്മുടെ ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടത്? വേർ ഡിഡ് അവർ സ്പിരിച്വാലിറ്റി ഫാൾ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ഉള്ളിൽ വരണം. കർത്താവ് എന്നും നമ്മളെ അനുഗ്രഹത്തിൽ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ ഒരിക്കലും താഴ്ചയായിട്ടല്ല കൊണ്ടുപോകുവാൻ, അവൻ നമ്മളെ അനുഗ്രഹത്തിലോട്ട് തന്നെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. അത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഡ്യൂട്ടറോണമി 28-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ?
28:1. ഡ്യൂട്ടറോണമി 28:1 നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. എത്ര മനോഹരമായ ഒരു വാക്യമാണ്. നോക്കിയാട്ടെ, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ പ്രമാണം അനുസരിച്ച് ഇതിൽ എഴുതിയിരിക്കുന്ന സർവ്വതും എന്റെ ശബ്ദവും കേട്ട് എന്റെ വാക്കനുസരിച്ച് ഇതിലിരിക്കുന്ന പ്രമാണത്തെ കൈക്കൊണ്ടാൽ ദൈവം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? സകല ജാതികളുടെ മേളിലും നമ്മളെ ഉന്നതനാക്കുമെന്ന്, ഏറ്റവും അനുഗ്രഹമാക്കും എന്നുള്ളതാണ് ആ വാക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഞാനും അങ്ങനെ ആണോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുവാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ പലവിധമായ നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയിൽ നമ്മുടെ അളവ് എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ അത് ചിന്തിക്കുക. ഇത് എനിക്കുള്ള പോർഷൻ അല്ല. ദൈവം എനിക്ക് പറഞ്ഞിരിക്കുന്നത് ആ പ്രമാണത്തിൽ ആദ്യ വാക്യം തന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കർത്താവിൽ ആ ഒരു ഉന്നത സ്ഥാനത്തിൽ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹമുള്ളവളായി തന്നെ ഞാൻ മുമ്പോട്ട് പോകണം. അതിൽ ഏതാനും 68 വാക്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതിൽ ആദ്യത്തെ 1 മുതൽ 14 വരെ ഉള്ള വാക്യങ്ങൾ മുഴുവനും അനുഗ്രഹത്തിന്റെ വാക്കുകളാണ്. ഇത് കേട്ടനുസരിച്ചാൽ ബാക്കിയുള്ളത് സർവ്വതും ദൈവം അവിടെ അനുഗ്രഹത്തിന്റെ വാക്കുകളെ തരികയാണ്. അത് കഴിഞ്ഞ് 15-ാമത്തെ വാക്യം ഒക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഇതിന് എതിരായി, അതായത് ദൈവവചനത്തിന് ഞാൻ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാത്ത ഒരു ജീവിതമായി, അല്ലെങ്കിൽ അത് കൈക്കൊള്ളാത്ത ഒരു ജീവിതമായി മാറുമ്പോൾ അത് മുഴുവനും ശാപമായി മാറുകയാണ്. അത് എത്ര പ്രാവശ്യമാണ് ഡബിളും 3 ഇരട്ടിയായിട്ടുള്ള വാക്യങ്ങളാ കൊണ്ടുപോകുന്നത്. 68, 69 എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നോക്കിക്കോണം, ആ ഒറ്റ വാക്യത്തിൽ നിന്നും താഴോട്ടുള്ള സകല അനുഗ്രഹങ്ങളും അത് തെറ്റിക്കുമ്പോൾ അവിടെ നിന്നും, അല്ലെങ്കിൽ അതിന് എതിരായി ഞാൻ ചെവി ചായ്ക്കാതിരിക്കുമ്പോൾ എനിക്ക് മുഴുവനും നൽകുന്നത് എന്തുവാ? വളരെ ദുഃഖത്തിന്റെയും അല്ലെങ്കിൽ ശാപത്തിന്റെയും ഇപ്പോൾ ഇരിക്കുന്ന നമ്മളുടെ ചില അവസ്ഥകൾക്കൊക്കെ മറുപടി ഈ ഒരു അധ്യായത്തിൽ നിന്നുമുണ്ട്. ഇത് കൂടുതലും പറയുന്നത് ശാപവും അനുഗ്രഹത്തിന്റെ ഒരു ഭാഗം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് ഇതൊന്നും ഇല്ല എന്ന് പറയാം. പുതിയ നിയമത്തിൽ യാതൊന്നും തന്നെ വ്യത്യാസമില്ല. സെയിം, അത് നിഴലാണെങ്കിൽ ഇത് പൊരുളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തില് 32-ാമത്തെ വാക്യമാണോ അവിടെ യേശു കർത്താവിന്റെ ഒരു വാക്ക്, ഒരു വാക്യം അവിടെ ഉണ്ട്. വായിക്കാമോ? ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്ന് പറയാണ്. സോ യേശു കർത്താവ് എന്തിനാ പുതിയ നിയമത്തിൽ ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് ഇവിടെ പറയുന്നത്? സോ ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് പറയുമ്പോൾ ആ ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ലോത്ത് എന്തോ ചെയ്യുന്ന? കർത്താവ് സൊദോം ഗൊമോരയെ രക്ഷിക്കുവാനായി ഈ ഒരു കുടുംബത്തെ കൊണ്ടുവരുമ്പോൾ ആ ദൂതന്മാർ പറയുകയാണ്, പുറമോട്ട് തിരിഞ്ഞ് നീ നോക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയ ആ ലോത്തിന്റെ ചരിത്രത്തെ യേശു കർത്താവ് ഇവിടെ ഓർപ്പിക്കുവാണ് ആ അധ്യായത്തിൽ കൂടെ. എന്താ പറയുന്നറിയുമോ? എല്ലാം വിട്ടിച്ച് രക്ഷപ്പെടുത്തി കർത്താവ് പറയാണ്, നിന്നെ ഉന്നതങ്ങളിൽ ഞാൻ കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ ഈ നാശത്തിൽ നിന്നും നിന്നെ കരകയറ്റുവാൻ നിന്നെ ഞാൻ കൊണ്ടുപോകുമ്പോൾ പുറമോട്ട് പോകല്ലേ, തിരിഞ്ഞു നോക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുന്ന ഒരു ലോത്തിന്റെ ചരിത്രം അവിടെ കാണാം. അവൾക്ക് നന്മ വെച്ചാലും അവൾക്ക് ദൈവം അനുഗ്രഹം വെച്ചാലും അവളുടെ ഹൃദയത്തിന് യാതൊരു മാറ്റവുമില്ല. അവളുടെ ഹൃദയമോ സോദോമിലായിരുന്നു. കഴിഞ്ഞതിൽ തന്നെയാണ് നിൽക്കുന്നത്. മുമ്പോട്ട് നീങ്ങുവാൻ, അല്ലെങ്കിൽ മുമ്പോട്ട് അനുഗ്രഹത്തിന്റെ ദൈവം വെച്ചിരിക്കുന്ന ആ യാത്രയ്ക്ക് ഒത്തവണ്ണം പോകുവാൻ, അല്ലെങ്കിൽ അവന്റെ കൽപ്പനയ്ക്ക് ഒത്തവണ്ണം മുമ്പോട്ട് പോകുവാൻ അവൾ തയ്യാറായില്ല. ഇന്ന് നിങ്ങളെയും എന്നെയും ഒന്ന് ദൈവം ഓർപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അനേകര് കർത്താവിന്റെ സന്നിധിയിൽ വിളിക്കപ്പെട്ടു, ദൈവസന്നിധിയിൽ വന്നു, ദൈവത്തെ രുചിച്ചറിഞ്ഞ ദൈവമക്കളായ നിങ്ങളും ഞാനും എന്നും നമ്മളും പലതിനെയും വിടാതെ ഇന്നും മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ജീവിതം തന്നെയാണ്. പാരമ്പര്യം ഒക്കെ അവിടെ ഉണ്ട്. ഒന്ന് അനലൈസ് ചെയ്താൽ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഡിസെക്ട് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും വിടാത്തത് പലതും നമ്മുടെ ഉള്ളിലുണ്ട്, ഏറ്റുപറയാത്തത് പലതും നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ആ അനുഗ്രഹത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പോസ്തലർ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മളിപ്പോ നേരത്തെ വായിച്ചത്. അതിന്റെ അടുത്ത 33-ാമത്തെ ഒരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. അതിന് പ്രത്യേകമായി 33 മാത്രം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ
കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രധാന വാക്യമുണ്ടായിരുന്നു. എന്തുവാണ്? ഗ്രേറ്റ് ഗ്രേസ് ആൻഡ് ഗ്രേറ്റ് പവർ. ആദ്യ സമയങ്ങളിൽ എന്തുവായിരുന്നു അവരുടെ ഇടയിൽ? അവര് ഏകമനസ്സോടെ ഒറ്റ ലക്ഷ്യമേ ആ സഭയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തുവാ? ദൈവത്തിന്റെ ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ സാക്ഷീകരിക്കുന്ന ഒറ്റ ലക്ഷ്യമേ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്താ, അവരുടെ ഇടയിൽ വലിയ ഗ്രേസും ഉണ്ടായിരുന്നു, വലിയ പവറും ഉണ്ടായിരുന്നു. ദിനം പ്രതി ആലയത്തിൽ എണ്ണമും കൂടുകയും അവർ നല്ല ഒരു അനുഗ്രഹമേറിയ ഒരു കൂട്ടമായി തുടങ്ങിയതാണ് നമ്മുടെ ഈ സഭയുടെ ആരംഭ സമയങ്ങളിലൊക്കെ. ഇത് ഇങ്ങനെ കഴിഞ്ഞു താഴോട്ട് വായിക്കുമ്പോൾ 36 വാക്യം ഒന്ന് വായിച്ചോട്ടെ. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തോലന്മാർ മറുപേർ വിളിച്ച കുപ്രദീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. മതി. അവിടെ നമുക്കറിയാം ഒരു അപ്പോസ്തലന്റെ ഒരു പേര് അവിടെ പറയുന്നുണ്ട്, ജോസഫ് എന്ന്. ഈസ് ഓൾസോ കോൾഡ് ആസ് ബർണബാസ് എന്നാണ് അടുത്ത ഒരു പേര് പറയുന്നത്. അത് ബർണബാസ് എന്ന് പറയുമ്പം സൺ ഓഫ് എൻകറേജ്മെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ ബർണബാസ് ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ് ആ വചനം പറയുന്നത്? ലേവി ഗോത്രത്തിൽ നിന്ന്, ഇല്ലേ? ലേവി ഗോത്രത്തിൽ നിന്നാണ് ഈ അപ്പോസ്തലൻ വരുന്നത്. അപ്പോൾ ഈ അപ്പോസ്തലൻ വരുമ്പോൾ നമുക്ക് അവിടെ പ്രത്യേകമായി ഒന്ന് കാണാൻ കഴിയുന്ന, ഈ ശിഷ്യനെ പറയുന്നത് അപ്പോസ്തലനെന്നും ഈ അപ്പോസ്തലനെ പറയുന്നത് ലേവി ഗോത്രത്തിൽ നിന്നാണെന്നും, ലേവി ഗോത്രം എന്ന് പറയുമ്പോൾ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗോത്രമായിരുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ നിന്നും 33-ാമത്തെ ഒരു വാക്യം വായിച്ചാട്ടെ. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 13-ന്റെ-33. ലേവി ഗോത്രത്തിനോ മോശ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശമാകുന്നു. ദൈവം തന്നെയാണ് ലേവി ഗോത്രത്തിന്റെ അവകാശം. അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലം കൊടുത്തിട്ടില്ലായിരുന്നു. അവർക്ക് പ്രത്യേകമായി അവർക്കൊരു ഇന്ന സ്ഥലം എന്ന് അവർക്ക് കൊടുത്തില്ല. അവര് ആലയത്തിൽ തന്നെ ആയിരിക്കണം. ദൈവം തന്നെയാണ് അവരുടെ ഓഹരി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബർണബാസിന് എന്തുണ്ടെന്നാണ് അവിടെ പറയുന്നത്? അവന് നിലം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അവൻ അത് മുഴുവനും വിറ്റ് അപ്പോസ്തലന്റെ ആൾ കീഴിൽ വെച്ചെന്നാണ് പറയുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ നിലം ഈ ലേവി ഗോത്രത്തിലായിരുന്ന ഈ ബർണബാസിന് വന്നെന്നുള്ളതിന്റെ ചരിത്രത്തിലോട്ട് നമ്മൾ താഴോട്ട് പോകുന്നില്ല. കാരണം നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് നോട്ട് ദ വിൽ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഇഷ്ടമല്ല, ദൈവം കൊടുത്തിട്ടില്ല. എങ്ങനെയാണ് ഇത് വന്നെന്നുള്ളത് അത് വേറെ ഒരു ഇഷ്യൂ ആണ്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ എന്ത് മനസ്സിലായെന്ന് വെച്ചാൽ, അവിടെ വലിയ പുരുഷാരത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ നടന്നപ്പോൾ അവൻ ഹൃദയത്തിൽ ഉണ്ടായ ആ റിപ്പൻറ്റൻസ് എന്നുള്ളത്, അതായത് അവന്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ വേദന അവൻ കാൽക്കീഴിൽ കൊണ്ട് വെച്ച് പറഞ്ഞു, എനിക്കിനി ഇത് വേണ്ട. കാരണം ഈ സത്യ ദൈവത്തെ ഞാൻ ഈ കൂട്ടത്തിന്റെ ഇടയിലാണെങ്കിൽ എനിക്കിത് എന്റെ ദൈവത്തിന് വിരോധമായ ഒന്ന് എന്റെ കൈകളിലുണ്ട്. അതിനെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു അത് കംപ്ലീറ്റ് കൊണ്ടുവന്ന് കാൽക്കീഴിൽ വെച്ച് കൊടുക്കുന്ന ഒരു രംഗം അവിടെ കാണാം. റൈറ്റ്? സോ ഇങ്ങനെയാവുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു വലിയ ഒരു ചേഞ്ച് അപ്പോസ്തലൻ അവിടെ ഉണ്ടായി. അത് കണ്ട് ജനം മുഴുവനും ഒരുപക്ഷെ സന്തോഷിച്ചു കാണും. കാരണം ആ റിപ്പൻറ്റൻസിന്റെ ഒരു ആഴം അവർക്ക് അത് കാണാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വരുന്ന നമ്മുടെ അനന്യാസിന്റെ ചരിത്രം. അത് വായിച്ചാട്ടെ. 5-ാം അധ്യായത്തിൽ നിന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോൾ വായിച്ചാട്ടെ. അനന്യാസും സഫേരയുടെ ഒരു ചരിത്രം. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയം ഉണ്ടായി.
ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. മതി. ഇത് നോക്കുമ്പോൾ ഇപ്പോൾ അതിന്റെ തൊട്ട് മുമ്പിൽ എന്തോ നടന്നത്, ബർണബാസിന്റെ ആ വലിയൊരു റിപ്പൻറ്റൻസ് വന്നപ്പോൾ ഇവിടെ ഈ ഭാര്യയും ഭർത്താവും അനനിയാസും സഫേര എന്ന് പറയുന്ന ഈ രണ്ടുപേരും അവർക്കുള്ളതും, അന്ന് ശിഷ്യന്മാർ അങ്ങനെ ചെയ്തിരുന്ന, വാട്ട് എവർ ദേ ഹാഡ് ദേ ബ്രോട്ട് ഇറ്റ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദി അപ്പോസ്റ്റൽ. അവർ കൊണ്ടുവന്ന് സമർപ്പിച്ച് അവരുടെ ഇടയിൽ ഒരു കുറവില്ല എന്നാണ് വായിക്കുന്നത്. അതായത് ദേ ഹാഡ് എവറിത്തിങ് ഇൻ കോമൺ. അവരുടെ ഇടയിൽ പണമുള്ളവനോ പണമില്ലാത്തവനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ഡിഫറൻസിയേഷൻ അവിടെ ഇല്ല എന്നാണ് ആദ്യ സമയങ്ങളിൽ വചനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് തീരുമാനിച്ചു? നമുക്കിരിക്കുന്നത് മുഴുവനും വിറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞു. കൊടുത്തപ്പോൾ അമ്മാമ്മയുടെ മനസ്സിൽ ഒരു ചെറിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. എല്ലാം ഒന്നും കൊണ്ട് വെച്ചു കൊടുക്കല്ലേ, നമുക്ക് വേണ്ടി അല്പം മാറ്റി വെച്ചേക്കണേ എന്ന് പറഞ്ഞു. സോ ഈ അമ്മാമ്മയുടെ വാക്കും കേട്ടോണ്ട് അനന്യാസ് എന്ത് ചെയ്തു? കൊണ്ടുപോയി അപ്പോസ്തലന്റെ അടുക്ക കൊണ്ട് കൊടുക്കുകയാണ്. കൊണ്ടു കൊടുക്കുമ്പോൾ വ്യാജം പറയുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ അനുഭവങ്ങളിൽ, അല്ലേ? എന്തു പറഞ്ഞാലും അതുപോലെ കൃപയിൽ നിന്ന് അനുഗ്രഹമേറിയ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ ചെന്ന് പറയുവാണ്, ഇത് ഞങ്ങൾ കൊണ്ടുവന്ന് കാൽ കീഴിൽ വെക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ അനന്യാസ് എടുത്തു പറയുന്ന പത്രോസ് പറയുന്നുണ്ട്, ഈ എന്തുകൊണ്ടാണ് ഇത് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളോ, വിറ്റതിൽ നിന്നും ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചപ്പോൾ മാറ്റിവെച്ച വിവരം പറയുന്നില്ല. എന്ന് പറയുന്ന ഒരു അനന്യാസ് ഉണ്ട് അവിടെ. ഇത് കൊണ്ട് കൊടുത്തപ്പോൾ പറയുകയാണ്, എന്തിനാണ് പരിശുദ്ധാത്മാവിന്റെ മുൻപില് വ്യാജം പറഞ്ഞത്? ഇത് വിൽക്കുന്നതിന് മുമ്പേ, ഇതാണ് എൻ്റെ ഒരു ചോദ്യം, ഇത് കൊടുക്കുന്നതിന് മുമ്പേ അത് നിങ്ങളുടേതായിരുന്നു, റൈറ്റ്? അതിൽ യാതൊരു സംശയമില്ലല്ലോ. ആ വാക്യം നമ്മൾ വായിച്ചില്ലേ? ഇത് കൊടുക്കുന്നതിന് മുമ്പേ ഇത് നിങ്ങളുടെ ആയിരിക്കുന്നു എന്നുള്ളൊരു വേർഡ് വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് ചെയ്യാം. അതായത് എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം, എനിക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ തീരുമാനിച്ചു കൊടുക്കണമെന്ന്. സോ നീ ഇത് കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിൽ അല്പം മാറ്റി വെച്ചിട്ട് നീ കൊടുക്കുന്നതല്ല പൂർണ്ണമായിട്ട്. വൺസ് നീ അത് വിറ്റ് കഴിഞ്ഞ് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി കർത്താവിന്റെ മുൻപിൽ വെക്കേണ്ട ഒരു കാഴ്ചയാണ്. പക്ഷെ നീ അതിൽ നിന്നും വ്യാജം പറഞ്ഞ് നീ എടുത്തു മാറ്റിയത്, അതിന് ശേഷം അത് നിന്റെതല്ല, അത് നീ ആ വാഗ്ദത്തം അല്ലെങ്കിൽ ആ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ആ കമ്മിറ്റ്മെന്റിൽ നീ നിൽക്കാതെ പരിശുദ്ധാത്മാവിന് എതിരെ നീ വ്യാജം പറഞ്ഞത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഒരു പക്ഷേ അനന്യാസിന്റെ മനസ്സിൽ തോന്നിക്കാണും, എല്ലാവരും വിറ്റ് കൊണ്ടു കൊടുക്കുന്നു, ഞാനും കൊണ്ടു കൊടുക്കട്ടെ, എല്ലാവരും ചെയ്യുന്നു, ഞാനും കൊണ്ടു കൊടുക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ നമ്മളോട് പറയുന്ന കർത്താവ് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താന്ന് വെച്ചാൽ, കർത്താവിൽ ഞാൻ വരുമ്പോൾ, അതായത് ഞാൻ ഒരു തീരുമാനം എടുക്കുവാൻ, കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട ഈ ക്രിസ്തുവിനെ പിന്തുടരും, ഈ രാജാവ് എനിക്ക് മതി, ഇവനാണ് എൻ്റെ സ്വന്തം രക്ഷകനെന്ന് ഞാൻ ഏറ്റെടുക്കുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അത് വിശ്വസിക്കുമ്പോൾ, എൻ്റെ ഹൃദയത്തെ ഞാൻ പൂർണ്ണമായി എൻ്റെ ദൈവത്തിന്റെ കരങ്ങൾ ഞാൻ കൊടുക്കേണ്ടതാണ് ദൈവത്തോട് ഞാൻ ചെയ്യേണ്ട നീതി. അല്ലെങ്കിൽ ഇവിടെയും അവിടെയുമായി എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ പോലും നമ്മൾ വിറ്റുകളയുന്ന ഒരു അനുഭവത്തിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലങ്ങളില് നമ്മൾ ആരെയാണ് വ്യാജം പറഞ്ഞ് നമ്മൾ നശിപ്പിക്കുന്നത്? ഒന്ന് ഓർത്തുകൊള്ളണം, എൻ്റെ ജീവിതത്തോട് ഞാൻ തന്നെയാണ് ആ കുറ്റമനസാക്ഷി ഞാൻ കൊണ്ടു നടക്കുന്നത്, അല്ലേ? എൻ്റെ കർത്താവിനെ ഞാൻ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറെടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായി എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ കൊടുക്കാൻ എനിക്ക് കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് ദൈവത്തിന് എന്നെയോ നിങ്ങളെയോ എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയത്തുള്ളൂ. അനേകരുടെ ഒരു മനമാറ്റം അല്ലെങ്കിൽ അനേകർക്ക് ആ റിപ്പൻറ്റൻസിന്റെ ഒരു ആഴം അല്പം പോലും തൊടാത്ത ജീവിതങ്ങളാണ് ഈ നാളുകളിൽ നമ്മൾ കാണുന്നത്. ഞാൻ പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്ന സമയത്തൊക്കെ വളരെ വേദനയേറിയ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ളം ഒരുപാട് ഞാൻ ഒരുങ്ങാറുണ്ട്. കാരണം എന്താണെന്ന് പറയുമ്പോൾ, ദൈവമേ, നിന്നെ യഥാർത്ഥമായി അവർ സമർപ്പിച്ചിട്ടില്ലല്ലോ. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അന്വേഷിക്കുന്ന ഒരു ക്രിസ്തു വല്ലപ്പോഴും വന്നു പോകുന്ന ജനങ്ങളുടെ ഇടയില്, ദൈവമേ, നിന്റെ മഹാപ്രവൃത്തി അവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താണെന്നറിയാമോ? അവർ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്. അതിനു മുമ്പേ യു ഡോണ്ട് വാണ്ട് ടു കം, ഡോണ്ട് കം. പക്ഷെ ഈ സത്യ ദൈവത്തെ നമ്മൾ മുറുകെ പിടിച്ച് ഇവനെ നമ്മൾ പിന്തുടരുമ്പോൾ വി ഹാവ് ടു ബി അക്കൗണ്ടബിൾ ടു ഹിം. ഫുൾ 100% കമ്മിറ്റ്മെന്റ് നമ്മുടെ ദൈവമായിട്ട് നമുക്ക് വേണം. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിടുതല കാണാതെ നമ്മൾ ഇങ്ങനെ കടന്ന് പ്രയാസപ്പെടുന്നത്. ഒരിക്കലും ദൈവം നമ്മളെ
നമ്മളെ വിളിച്ചു വേർതിരിക്കുന്നത് കഷ്ടത്തിൽ പോകാനല്ല. ദൈവം നമുക്ക് വച്ചിരിക്കുന്ന സകല അനുഗ്രഹത്തിലും സകല നന്മയ്ക്കും നമ്മളെ ദൈവം നടത്തുവാൻ തന്നെയാണ് നിങ്ങളെയും എന്നെയും വിളിച്ചത്. ഇങ്ങനെ പോകുവാനല്ല. ദൈവത്തിന്റെ വലിയ സാക്ഷ്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തില് അവസാനത്തെ ആ കമ്മീഷൻ ദൈവം കൊടുക്കുന്നത് എന്താ? നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം, അല്ലെങ്കിൽ അപ്പോസ്തലർ പ്രവൃത്തി 1:8 വായിച്ചാലും നമുക്കത് കാണാൻ കഴിയും. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് എന്താകണം എന്നാ പറഞ്ഞിരിക്കുന്നത്? എന്റെ സാക്ഷിയാകുവീന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി അതിന്റെ ഗ്രീക്കോ ആൻഡ് ഹീബ്രു വേർഡില് സാക്ഷി എന്നുള്ളതല്ല വേർഡ് വരേണ്ടത് അവിടെ. അത് മാർട്ടിയസ് എന്നുള്ള വേർഡ് ട്രാൻസ്ലേഷനിൽ വന്നുപോയ ചെറിയ ഒരു തെറ്റാണ്. മാർട്ടിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, രക്തസാക്ഷി ആകണമെന്നുള്ള വേർഡാണ് അവിടെ വരേണ്ടത്. ആ വേർഡ് ഒരു പക്ഷെ അവിടെ വന്നാലുണ്ടല്ലോ, എനിക്കറിയത്തില്ല ഇന്ന് എത്ര സഭകൾ ഇവിടെ കണ്ടേക്കും, എത്ര പേര് വിശ്വാസത്തിൽ നിലനിൽക്കും എന്നുള്ളതും എനിക്കറിയത്തില്ല. ബിക്കോസ് ആ ട്രാൻസ്ലേഷനിൽ വന്നുപോയ ഒരു തെറ്റാണ് അവിടെ. മാർട്ടിയസ് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ സാക്ഷീകരിച്ച് യാത്ര ചെയ്യണം, ഈ ദൈവത്തെ പിന്തുടർന്ന് യാത്ര ചെയ്യണം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി ജേർണി. അത് ഒരു അസാധാരണമായ യാത്രയായിരിക്കണം. എന്റെ യേശുവിനെ, ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ ആ രക്തസാക്ഷിക്ക് ഞാൻ എന്നെ തന്നെ കൊടുക്കേണ്ടതാണ് എന്റെ ലൈഫ്. അതുകൊണ്ടാണ് നമ്മൾ പലരും നമുക്ക് എന്തുവാ വി ഡോണ്ട് എക്സ്പീരിയൻസ് ദ ബ്ലെസ്സിങ്. നമുക്ക് ഈ കർത്താവിനെ നമുക്ക് എത്ര രുചിച്ചറിഞ്ഞാലും രുചിച്ചറിയാൻ കഴിയത്തില്ല. ബിക്കോസ് പൂർണ്ണമായി നമുക്ക് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയാതെ വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പിന്നെയും പിന്നെയും അതേ കഷ്ടം, എത്ര പ്രാർത്ഥിച്ചിട്ടും മാറാത്ത വിഷയങ്ങൾ, എത്ര തലമുറയ്ക്കും പ്രയാസം, നല്ല ജോലി കിട്ടുന്നില്ല, കടബാധ്യതകൾ, രോഗലക്ഷണങ്ങൾ, ഇതെല്ലാം വരുന്നത് എന്താണെന്നറിയാമോ? ബിക്കോസ് വി ഹാവ് നോട്ട് അക്സെപ്റ്റഡ് ഹിം ഫുള്ളി. ആദ്യ നൂറ്റാണ്ടിലെ ആ കാല അളവിൽ ഇന്ന് ദൈവസഭ മടങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. വി ഹാവ് ടു ഗോ ബാക്ക് ടു ദാറ്റ് ഏരിയ വേർ ഇറ്റ് വൺസ് സ്റ്റാർട്ടഡ് ആസ് എ ചർച്ച്. സഭ ആരംഭിച്ചത് അങ്ങനെയാണ്. ഇപ്പോൾ കാണുന്ന സഭ, ദ സിസ്റ്റം ഇസ് നോട്ട് വാട്ട് ഗോഡ് വാണ്ടഡ് ഇൻ അസ്. ഇത് ഇപ്പൊ പോയിരിക്കുന്നത് ഒന്നും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സഭയുടെ ഒരു ജേർണി അല്ല അവിടെ പോകുന്നത്. വ്യാജം പറഞ്ഞത് എന്തിന് എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ തന്നെ മറിഞ്ഞടിച്ചു വീണ് മരിക്കുന്ന ഒരു അനന്യാസിനെ നമുക്ക് അവിടെ ചരിത്രം കാണാം. ഇത് കഴിഞ്ഞ് ആൾക്കാർ വന്ന് കൊണ്ടുപോയി കുഴിച്ചു മൂടുകയാണ്. 3 മണിക്കൂറിന് ശേഷം ഇതേ വരുന്നു, അമ്മാമ സഫീറ വരുന്നുണ്ട്. വന്ന് ഭർത്താവിനെ കാണാത്തത് കൊണ്ട് വന്ന് അന്വേഷിക്കുമ്പോൾ തന്റെ ഭർത്താവിന് നടന്നത് കേട്ടപ്പോൾ അവളും അവിടെ ചത്തു വീഴുന്ന രംഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ സ്റ്റേജുകളിൽ, ആ യാത്രകളിൽ നമ്മൾ മടങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഈ ലൈഫിൽ നിങ്ങളും ഞാനും എൻ്റെ ദൈവത്തോട് ചോദിക്കേണ്ട ചോദ്യമാ, കർത്താവേ, എന്നെ ഇതിനല്ല വിളിച്ചത്. എൻ്റെ ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ എന്നെ വിളിക്കുന്ന ദൈവം, ഞാൻ അത് മറന്ന് എൻ്റെ ഭൗതിക നന്മകൾക്കായി നിന്നെ തുടർന്ന് വരുന്നെങ്കിൽ ദർ ഇസ് സംതിങ് സീരിയസ്ലി പ്രോബ്ലം ഇൻ മൈ ലൈഫ്. എൻ്റെ കോളിംഗ് യഥാസ്ഥാനം ആയിട്ടില്ല എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും നമുക്കില്ല. നമ്മൾ ചിന്തിക്കണം, യഹോവയായ കർത്താവ് എന്തിനാണ് പിതാവ് എന്തിനാ ഈ യേശുവിനെ നമുക്ക് ഈ ഭൂമിയിൽ അയച്ചത്? മാനവജാതിയെ വീണ്ടും ചേർക്കുവാനായി. എവിടെ ആദ്യം ഏദൻ തോട്ടത്തിൽ നമുക്ക് നഷ്ടമായ ആ സ്നേഹം, അതിനെ യഥാസ്ഥാനപ്പെടുത്തി വീണ്ടും പിതാവിലേക്ക് നമ്മളെ ആകർഷിച്ച് കൊണ്ടുപോകുവാൻ തന്നെ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. അല്ലാതെ നമ്മൾ എന്നും ഇങ്ങനെ വീടും കെട്ടി മാളികയും ഉണ്ടാക്കി പണം ഉണ്ടാക്കി സ്വത്തുക്കളെ ഉണ്ടാക്കി ആ ഒരു സുഭിക്ഷമായ ഒരു ലൈഫിൽ പോകാനല്ല. ഇനിയും ഏതാനും നാഴികയ്ക്കകം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു കഴിഞ്ഞു. കർത്താവിന്റെ ലക്ഷണങ്ങൾ മുഴുവനും നമ്മളെ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തു കഴിഞ്ഞു എന്ന്. ഇപ്പോഴും നമുക്ക് ഈ കർത്താവ് ആരെന്ന് അറിയാതെയാണ് നമ്മളെ തന്നെ സ്വയം വഞ്ചിച്ചു കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ വഞ്ചിച്ചു കൊണ്ടുപോകുന്ന എത്രയോ സഭകളും നമ്മുടെ ഇടയിലുണ്ട്. ഈ സംഭവം അനനാസിനും സഫേരയ്ക്കും ഈ സംഭവം കണ്ടപ്പോൾ, ഇത് സംഭവിച്ചപ്പോൾ, അപ്പോസ്തലർ പ്രവൃത്തിയിലെ 5:5 പറയുന്ന ഒരു വാക്കുണ്ട്. അവിടെ വായിച്ചപ്പോൾ കണ്ടിരുന്നവർ ചുറ്റിനുമുള്ളവർ ഭയം കൂടിയെന്നാണ് അവർ വായിക്കുന്നത്. ഗ്രേറ്റ് ഫിയർ ഫെൽ അപ്പോൺ ദ പീപ്പിൾ. ഇന്ന് ഫിയർ എന്താന്ന് പറഞ്ഞാൽ ജനത്തിന് അറിയത്തില്ല. ദൈവസന്നിധിയിൽ വന്ന് ദൈവ ഭയം എന്തെന്ന് തിരിച്ചറിയാത്ത, കണ്ണി കാണുന്നതെല്ലാം കാട്ടിക്കൂട്ടിട്ട് കർത്താവിന്റെ മുൻപിൽ വന്ന് ആ കത്രുമേശയിൽ കൈ നീട്ടുമ്പോൾ ഓർത്തുകൊള്ളണം, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ അവൻ അനുഭവിച്ച പങ്കപ്പാടുകളെ നമ്മൾ ഓർക്കുന്നുണ്ടോ?
മലക്കേറിയ കർത്താവ് നമുക്ക് വേണ്ടി ആ കാൽവരി ഒന്ന് ഓർത്തു കൊള്ളണം. ഗത്സവേനെ തോട്ടത്തിൽ നിന്നും കാൽവരി ആ ക്രൂശ് മരണം വരെയും കർത്താവ് നമുക്ക് വേണ്ടി അവിടെ പോയപ്പോൾ അവൻ അനുഭവിച്ച വേദനകൾ, അവൻ അനുഭവിച്ച കഷ്ടങ്ങൾ, അവൻ അനുഭവിച്ച ആ ശരീരത്തിൽ അനുഭവിച്ച ഓരോ അടിയും, 39 ചാട്ടവാളിന്റെ അനുഭവങ്ങൾ, ആ പോയ വഴിയിലെല്ലാം അവന്റെ രക്തം ചിന്തിയ സ്ഥലങ്ങൾ. നമ്മളെല്ലാം സഹോദരിമാരാണ്. കിച്ചണിലും ഒക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും രക്തം താഴെല്ലാം എവിടെയെല്ലാം തെറിക്കാൻ അത്രത്തോളം ഒക്കെ തെറിക്കും. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ദേഹത്തും എല്ലാം, നമ്മുടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ ചിലപ്പം ആ രക്തം പരണ്ടെന്നിരിക്കും. അല്ലെങ്കിൽ ഒരു തുണി എടുത്ത് നമ്മളത് തുടയ്ക്കുമായിരിക്കും, ടിഷ്യൂ എടുത്ത് തുടയ്ക്കുമായിരിക്കും. ആ ടിഷ്യൂ മുഴുവനും ബ്ലഡായി അവിടെ എടുത്ത് കളഞ്ഞു. എവിടെല്ലാം രക്തം പോകും അവിടെ എല്ലാം അങ്ങ് പോവും. ഇത് പിന്നെ നമ്മൾ മുറുകെ പിടിച്ച് എത്രയോ നേരം വെക്കുമ്പോഴാണ് ഈ ബ്ലഡ് നിൽക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ആ അടി മുഴുവനും കൊണ്ട്, ആ ഭാരമേറിയ ആ കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിൽ കയറിയ കർത്താവ്, അവൻ പോയ വഴി മുഴുവനും അവന്റെ ശരീരത്തിന്റെ മാംസങ്ങൾ അടന്നു വീണ്, അവന്റെ ശരീരത്തിൽ നിന്നും തുള്ളി തുള്ളി ആയി വീണ് ആ രക്തം നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന, ഇന്നും ഉയർന്നു നിൽക്കുന്ന അവന്റെ കുരിശ്. നിങ്ങളും ഞാനും ആ ക്രോസിന്റെ അവിടെ ചെന്നാണ് അവന്റെ പാദം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാൽപാദം ആ രക്തത്തെ തൊട്ടിട്ടുണ്ട്. ആ കാൽപാദം നമ്മുടെ കാലുകൾ സാക്ഷ്യം വഹിക്കും. ഈ കർത്താവിനെ ഞാൻ രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതമായി നമ്മളുടെ ജീവിതം മാറണം. അല്ലാതെ ഭൗതികമായി ഉള്ളതിനെല്ലാം ഒന്ന് ഷേക്ക് ഓഫ് ചെയ്യണം. ഭൗതികമായുള്ള നാളത്തെ ഭാവിയെക്കുറിച്ചുള്ള ഭൗതിക കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചാട്ടെ ഈ കർത്താവിനെ അറിയേണ്ട രീതിയിൽ, കർത്താവേ എന്നെ നീ സ്നേഹിച്ചുവല്ലോ, കർത്താവേ എനിക്ക് വേണ്ടി ആ സ്ഥാനത്ത് എന്റെ മാതാപിതാക്കള്, എന്റെ കൂട്ടു സഹോദരന്മാർ, എന്റെ മാതാപിതാക്കൾ ആരും എനിക്ക് വേണ്ടി മരിക്കാത്ത സ്ഥാനത്ത് എന്റെ പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിച്ചവനെ, എന്റെ പാപങ്ങളെ മുഴുവനും കഴുകിയവനെ, എനിക്ക് നിത്യജീവൻ നൽകിയവനെ എന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്കും എനിക്കും ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവനും ചോർന്നു പോകും. നാളെ എന്നുള്ള ആ ഒരു ആകാംക്ഷ മുഴുവനും ചോർന്നു പോകും. കർത്താവ് വരുമ്പോൾ ഞാൻ കാണപ്പെടുമെന്നുള്ള. കർത്താവ് നമ്മളോട് പറയുന്ന എന്താണെന്നറിയാമോ? ഞാൻ ഇതാ പോകുന്നു, ഞാൻ വേഗം വരും. എത്ര പേര് ഒരുങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. കർത്താവ് പറയാണ് ഞാൻ വരുന്നു എന്ന് വേഗം. പക്ഷെ ആർക്ക് വേണ്ടിയാ വരുന്നത്? നമ്മൾ വിചാരിച്ചിരിക്കുക സ്നാനം മുങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം കൊണ്ടുപോകുന്നു. ഞാൻ പറയട്ടെ, ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ പറയാം, സഭ പലരും പഠിപ്പിക്കുന്നുണ്ട് സഭ പീഡനത്തിൽ കൂടെ കടന്നു പോകത്തില്ല, എടുക്കപ്പെടുമെന്ന്. ഒരിക്കലും അത് ശരിയല്ല. മഹാപീഡനത്തിൽ കൂടെ പോകത്തില്ല, പക്ഷെ പീഡനം അനുഭവിക്കും. ചെറിയ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ദ ചർച്ച് വിൽ ഗോ ത്രൂ പെർസിക്യൂഷൻ. ചെറിയ ഒരു പീരീഡ് ഓഫ് ടൈം ഡെഫിനറ്റ്ലി നിങ്ങളും ഞാനും അനുഭവിക്കേണ്ട ഒരു ഷോർട്ട് പീരീഡ് ഓഫ് കഷ്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ആഹാരം കിട്ടാത്ത ഒരു സമയമായിരിക്കും. ഭയങ്കരമായ ക്രൂരമായ ഒരു അല്പ ദിവസത്തേക്ക്, ചില ദിവസങ്ങൾ നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ഒരു ചെറിയൊരു പീഡന ടൈം ഉണ്ട്. അത് സഭ ഒരിക്കലും നമുക്ക് വിട്ടു പോകാൻ പറ്റത്തില്ല. യു വിൽ സഫർ എ പെർസിക്യൂഷൻ. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം നമുക്ക് ആ കഷ്ടമുണ്ട്. ആ വരാൻ പോകുന്ന കഷ്ടം ഇനി അധികം ദൂരമല്ല. മത്തായിയുടെ സുവിശേഷം 24 ലക്ഷണങ്ങൾ മുഴുവനും ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം ഉണ്ട്. ഒരു ലക്ഷണമേ ഉള്ളൂ ഇനിയിപ്പം പൂർത്തീകരിക്കാൻ ഞാൻ കണ്ടിട്ട്. അവിടെ അത് എന്തുവാ, കള്ളപ്രവാചകന്മാരും 11 വായിച്ചാൽ കള്ളപ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരെല്ലാം വെളിപ്പെടുന്ന സമയം അത് ആയി കഴിഞ്ഞു. അതിന് മുമ്പോട്ടുള്ളതെല്ലാം പറഞ്ഞ എന്തുവാ, പണമോഹികള്, ദിവ്യാഗ്രഹികള്, 2 തിമോത്തി 3:2 മുതൽ 5 വരെ വായിച്ചാൽ അത് മുഴുവനും വന്നു കഴിഞ്ഞു. അതെല്ലാം ഉണ്ട്. അതില് 9-ാമത്തെ ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളെ അധികാരികളുടെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുത്ത്. ആ ഒരു സംഭവം മാത്രമേ ഇനി വരാനുള്ളൂ. അത് ആരാന്നറിയാം? ഒരുപക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ ആയിരിക്കും, നമ്മുടെ സ്വന്തം രക്തം തന്നെ ആയിരിക്കും നമ്മുടെ അധികാരികളുടെ മുമ്പ് ഏൽപ്പിച്ചു കൊടുക്കുകയും. കാരണം ഒരു കുടുംബത്തിൽ ഒരാളെയാണ് ദൈവം വിളിക്കുന്നതെന്ന് വെച്ചോളൂ, ബാക്കി ആരും വന്നിട്ടില്ല. ആ സത്യത്തിന് വേണ്ടി നമ്മൾ മുറുകെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ച് കുടുംബമായി ആ കഷ്ടം അനുഭവിച്ചെന്ന് വരും. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആള്, ആ വെളിച്ചമില്ലാത്ത ആള്, എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇത് കാരണമാണ് ഞങ്ങൾ ഈ കഷ്ടം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും അധികാരം. അവർക്കൊന്ന് ആ ഒരു ഉപദ്രവം കൂടെ ഉള്ളു ഇനി വരാനുള്ളത്. അതും താമസിക്കാതെ വരേണ്ട സമയമായി. 1 വേൾഡ് ഓർഡർ, 1 വേൾഡ് ഗവൺമെന്റ് ഒക്കെ വരുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പായി. പക്ഷെ ആ സമയമുണ്ടല്ലോ, അത് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിയുമോ? ആഗ്രഹങ്ങൾക്ക് നമ്മൾ ബായ് പറയണം. കർത്താവിന്റെ ആ കാൽവരിയിലെ ക്രൂശിലേക്ക് ഒന്ന് ധ്യാനിച്ചാൽ, ഒന്ന് ശ്രദ്ധ വെച്ച് നോക്കിയാൽ നമുക്ക് ഒന്നിനോട് നമുക്കൊരു ആഗ്രഹം വരത്തില്ല. അവന്റെ മുഖം കണ്ടാൽ, അവൻ അനുഭവിച്ച കഷ്ടങ്ങൾ കണ്ടാലുണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഒന്നും തന്നെ ഇല്ല സഹോദരിമാരെ.
വി നീഡ് ടു ഓവർടേക്ക് ദാറ്റ്. നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ കഴിയണം. ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ഈ സത്യത്തിൽ നിൽക്കരുത്. കാരണം അത് നമ്മളെ കഷ്ടത്തിൽ തന്നെ കൊണ്ടുപോകും. ഭൗതികമായ നന്മകളൊക്കെ എല്ലാം ഇവിടെ വെച്ച് നമുക്ക് തീർക്കും. കണക്ക് തീർക്കേണ്ട സമയമാണ്. പക്ഷെ അവിടെ എത്തണം. ആ റാപ്ചറിൽ നമ്മൾ പോയില്ല എങ്കിൽ മഹാ ഉപദ്രവത്തിന്റെ ആ കാലങ്ങളിൽ ഒന്നും നമ്മൾ നിലച്ചു നിൽക്കത്തില്ല. ഇപ്പോഴേ നമുക്ക് ഒന്നിനും നമുക്ക് സമയമില്ല. പിന്നീടാണോ ആ ഉപദ്രവത്തിന് നിങ്ങളും ഞാനും കൊടുക്കാൻ പോകുന്നത്? ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവന്റെ വിളി നമ്മളുടെ മേല് വീണിട്ടുണ്ടെങ്കിൽ അവന്റെ രാജ്യത്തിന്റെ ആ കെട്ടുപണിക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദർശനത്തിന് ഒത്തവണ്ണം രാജാവ് നമ്മൾ നിൽക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഐസയ 21 11 12 ഒന്ന് വായിക്കാമോ? ഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം, കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി എന്നൊരുത്തൻ സെയീരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചു കൊള്ളുക, പോയി വരുവീൻ എന്ന് പറഞ്ഞു. അവിടെ പറയുന്ന ഒരു വാച്ച്മാൻ ഉണ്ട്, ഒരു കാവൽക്കാരൻ. ആ കാവൽക്കാരനോട് ചോദിക്കുന്നത് എന്താ? രാത്രി എന്താ എന്ന്. അതായത് രാത്രി ഏകദേശം തീരാറായി, പിറ്റേ ദിവസത്തെ പ്രഭാതം വരാൻ സമയവുമായി. രാത്രിയും പ്രഭാതം ഒരുപോലെ വരാറായി എന്നുള്ള രീതിയിലാണ് ആ വാച്ച്മാനിനെ ഐസയോട് പറയുവാണ്, ഒരു വാച്ച്മാനെ എനിക്ക് വേണ്ടി അവിടെ നിയമിക്കുക. കാരണം ജെറുസലേം അന്ന് കടന്നുപോയ, ഇസ്രായേൽ ജനം അന്ന് കടന്നുപോയ വലിയ ശത്രുക്കൾ ചുറ്റിലും ഇരിക്കുമ്പോൾ അതാ സമയങ്ങളെ ഓർത്തുകൊണ്ട് അവരുടെ ചലനങ്ങളെ തിരിച്ചറിഞ്ഞ് ആ കാവൽക്കാരൻ, ആ പട്ടണത്തെ കാക്കുന്ന ഒരു കാവൽക്കാരന്റെ ഒരു പിക്ചറാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതെന്താണെന്നറിയാമോ? നിലവിളിക്കുക, അയ്യോ നേരം വെളുത്തോ, നേരം വെളുത്തോ, നേരം വെളുത്തോ. കാരണം രാത്രി അത്രത്തോളം ഭയം കാരണം എനി ടൈം ദി അറ്റാക്ക് വിൽ കം. സോ അവിടെ നമുക്ക് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, ആ ഒരു വേദനയുണ്ടല്ലോ, അത് ഒരിക്കലും മാറത്തില്ല. കാരണം പിറ്റേ ദിവസം പ്രഭാതമാകുമ്പോൾ അല്പം ആശ്വാസം, പിന്നെയും രാത്രി വരുമ്പോൾ പിന്നെയും നമ്മൾ അതേ അവസ്ഥ തന്നെയാണ്. നമ്മളുടെ ആ വേദനയ്ക്ക് ഒരു വിടുതൽ അവിടെ കിട്ടത്തില്ല. ദൈവത്തിലേക്ക് നമ്മൾ വരുവാണെന്ന് വെച്ചാലോ, അത് എന്നേക്കുമായി ഒരു വെളുപ്പിക്കുന്ന ഒരു ദിവസമായിരിക്കും. അത് എന്നേക്കുമായി ഒരു പകലായി മാറും. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ വരുന്നത് എന്തിനാ? ഒരു കള്ളനെ പോലെ വന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. ആ കാവൽക്കാരൻ, ആ നാഴിക നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ he will come like a thief എന്നാ പറയുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന സീസൺ നിങ്ങളും ഞാനും തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. കർത്താവിന്റെ ആ ലക്ഷണങ്ങളെ നമ്മൾ കാത്തിരിക്കേണ്ടവരാണ്. സ്വയം ചതിച്ചുകൊണ്ടാണ് ഇന്ന് സഭകൾ പൊക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്നറിയുമോ? വചനത്തിന്റെ ആഴങ്ങൾ, നാഴികകൾ, ദൈവം പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളെ എല്ലാം നമ്മൾ വളരെ തമാശയായിട്ടാണ് നമ്മൾ കാണുന്നത്. ബിക്കോസ് വി ആർ സ്റ്റിൽ ഡിഗിങ് ഇൻ ദ വേൾഡ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ദൈവദാസി, ജർമ്മനിയിലുള്ള ഒരു ദൈവദാസി പറയുന്ന ഒരു വേർഡ് എനിക്കറിയാം. നമ്മൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ ഈ കോഴി ഉണ്ടല്ലോ, തറയിലിരിക്കുന്ന അഴുക്ക് മുഴുവനും എങ്ങനെ അതിരുന്ന് തറയെ കുത്തിയിരിക്കും അല്ലേ? ബക്ക് 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 എന്ന് പറഞ്ഞ അത് തറയെ കിടക്കുന്ന അഴുക്ക് മുഴുവനും അതിന്റെ കാഴ്ച മുഴുവനും ഫ്ലോറില. എന്ത് പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് കൊത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കോഴിയെ പോലെയാ അത് കാണുന്നത്. പക്ഷെ കർത്താവ് നമ്മളെ വിളിച്ചത് കോഴിയായിട്ടല്ല, കഴുകനെ പോലെ. ആ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരങ്ങളില് പറന്ന് താഴെ കാണുന്ന ആ ശത്രുവിന്റെ അന്തരീക്ഷത്തിൽ നിന്നും അവനെ പൊക്കിയെടുത്ത് ആത്മമണ്ഡലത്തിൽ അവനോട് യുദ്ധം ചെയ്യാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ഇന്നും കോഴിയായിട്ടാ കുത്തിയിരിക്കുന്നത്. എന്താണെന്നറിയാ? ഇന്ന് തിന്നു നാളെ കുടിച്ചു, ഇന്ന് തിന്നു നാളെ കുടിച്ചു, ഇങ്ങനെ ഈ വിഷയം ആ വിഷയം, ആ വിഷയം ഈ വിഷയം, തറയെ കടന്ന് കൊത്തിക്കൊണ്ട് കിടക്കുക. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, സീസണെ തിരിച്ചറിഞ്ഞ് എഴുന്നേൽക്ക്, നിന്റെ ശക്തിയിൽ, നിന്റെ അധികാരത്തിൽ എഴുന്നേൽക്കെന്നാ പറയുന്നത്. ഇപ്പോഴും നമ്മൾ ആ അനന്യാസും സഫേരയുടെ കാര്യം പറഞ്ഞാൽ ആളുകളെ പ്ലീസ് ചെയ്തുകൊണ്ട്, വ്യാജം പറഞ്ഞുകൊണ്ട്, കർത്താവിൽ പൂർണ്ണമായി വരാതെ അവിടെയും ഇവിടെയുമായിട്ട് കൊത്തിക്കൊണ്ട് നടക്കുക. പക്ഷെ ദൈവത്തിന്റെ വിളി അതല്ല. നമ്മളെ ഉന്നതങ്ങളിൽ വിളിച്ച ദൈവമാണ്. അവന്റെ ആ റാപ്ചറിൽ അവന്റെ ശബ്ദം കേൾക്കുന്നത് ആരാന്നറിയാമോ? നിങ്ങളും ഞാനും കർത്താവിൽ വീണ്ടെടുക്കപ്പെട്ട ആ അനുഗ്രഹമേറിയ കർത്താവിൽ കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. റെവലേഷൻ 3-ാം അധ്യായത്തില്
സാർദിസ് സഭയോട് പറയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ആത്മാവ് എടുക്കുന്നതും ഞാൻ കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. സാർദിസ് സഭയോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. റെവലേഷൻ 3 എടുത്താട്ടെ. 3-ാം അധ്യായത്തിൽ സാർദിസ് സഭയോട് സംസാരിക്കുന്നത് ആ ഭാഗം ഒന്ന് വായിക്കാം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മുൻപിൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ഇതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അതായത് നിങ്ങളെ കുറിച്ച് ഒരു പേരുണ്ട്. ഇവിടെ പറയുവാണ്, ഐ ആം ഹാപ്പി വിത്ത് യു. നിങ്ങളെ കുറിച്ച് ഒരു പേരുണ്ട്. ഐ നോ യുവർ വർക്ക്സ്. നിങ്ങളുടെ പ്രവൃത്തിയും ഞാൻ അറിയുന്നുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളോ ചാവാറായി. യു ആർ ഓൾമോസ്റ്റ് ഗോൺ. കാരണം ഇപ്പൊ ചുറ്റിലുമുള്ള പലതും നമ്മൾ കണ്ടു കഴിഞ്ഞാല് പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഓൾമോസ്റ്റ് ഗോൺ ആണ്. യാതൊരു സംശയമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്റെ ഒരു ടെസ്റ്റിമണി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. 10 വർഷം ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് വെളിലോകം എന്തെന്ന് അറിയത്തില്ല. ഞാൻ UK പട്ടണത്തിൽ ഇത്രയും വർഷം ജീവിച്ചാലും എനിക്ക് കടയിൽ പോയി ഒരു സാധനം മേടിക്കാൻ എനിക്കറിയത്തില്ല. ഒറ്റയ്ക്ക് പോയി ഒരു കാര്യം ചെയ്യാൻ എനിക്കറിയത്തില്ല. അതുപോലത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് താങ്ങും തണലുമായിരുന്ന ആളിനെ ദൈവം എടുത്തു മാറ്റുകയാണ്. 4 പിള്ളേരെ സ്കൂളിൽ അയക്കണം, പല കാര്യങ്ങളുണ്ട്, ജോലിക്ക് പോകണം. ഒരാളുടെ വരുമാനം കൊണ്ട് ഈ UK പട്ടണത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. ഇത്രയും ഭാരമേറിയ ഒരു പ്രയാസം മുൻപിൽ നിന്നപ്പോൾ അന്ന് ഇതുപോലെ ഞാൻ കഷ്ടത്തിന്റെ നടുവിൽ, അയ്യോ എനിക്ക് വയ്യ, എവിടെയെങ്കിലും ഒരു മൂലയിൽ വെള്ളയും ഉടുത്ത് ഞാൻ മാറിയിരിക്കേണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ മാറിയിരുന്നാലുണ്ടല്ലോ, ഇന്ന് എന്റെ ദൈവം എന്നെ ഇതുപോലെ എന്നെ എടുത്ത് ഉപയോഗിക്കത്തില്ല. കാരണം എനിക്ക് വന്ന കഷ്ടം എന്റെ ദൈവത്തോട് ഞാൻ നന്ദിയോടെ, കർത്താവേ നീ തന്ന ജീവിതം അത് നിനക്ക് തന്നെ ഞാൻ നൽകുകയാണ് കർത്താവേ. എന്റെ ജീവിതം ഇതാണ് കർത്താവേ. ഈ ശൂന്യതയിലും എന്നെ പണിയുവാൻ ശക്തനായവനെ നീ മതി എന്ന് പറഞ്ഞു. ഏതെല്ലാം ബന്ധങ്ങൾ നമ്മുടെ കൂടെ ജീവിതത്തിൽ എല്ലാം നമ്മുടെ കൂടെ അന്ത്യം വരെയും കാണുമെന്ന് പറഞ്ഞാലും ഒന്നും 100% നമ്മുടെ കൂടെ നിൽക്കത്തില്ല. എല്ലാം താൽക്കാലികം. എല്ലാ ബന്ധങ്ങളും ഇവിടെ വെച്ച് നമ്മൾ ബായ് പറയും. കല്ലറ വരെയേ ഉള്ളൂ സർവ്വബന്ധവും. പക്ഷെ യഹോവയായ ദൈവം എന്നെ കൈവിട്ടില്ല. എന്റെ ദൈവം എന്റെ കൂടെ അന്നും ഇന്നും നടത്തിയ അതേ ദൈവം അതിശക്തമായി എന്നെ നടത്തുന്ന ഒരു കർത്താവ്. കാരണം എന്താ, നമ്മുടെ പ്രവൃത്തിയാ ദൈവം കാണുന്നത്. ഒരു സമയത്ത് ഷീല ഇങ്ങനെ എനിക്ക് വേണ്ടി, എന്റെ മകൾ എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു. പക്ഷെ ഒരു കഷ്ടത്തിന്റെ ഒരു കാറ്റടിച്ചപ്പോൾ അവൾ എന്നെ തള്ളിപ്പറഞ്ഞ് മാറിപ്പോയവളല്ല. കർത്താവേ ഇനി ഞാൻ നിനക്ക് വേണ്ടി അതിശക്തിയോടെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് അത് പ്രസാദമായി. ജീവിതത്തിന്റെ കഷ്ടങ്ങളും പ്രയാസം വരുമ്പോഴാണ് നമ്മളുടെ വിളി നമ്മൾ തിരിച്ചറിയുന്നത്. ഈ ദൈവത്തെ ഉപേക്ഷിക്കുവോ, ഈ ദൈവത്തെ തള്ളിപ്പറയുവോ, കഷ്ടം തന്ന ദൈവത്തെ കഷ്ടം എന്ന് നമ്മൾ പറയുമോ, അതോ ദൈവമേ എന്തുവാ യോബ് പറയത്തില്ലേ, കർത്താവേ നീ തന്നു നീ എടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ മാതിരി ദൈവത്തിന് എനിക്ക് മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് ഇവിടെ കർത്താവ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയും ഞാൻ കണ്ടു, ഒത്തിരി സന്തോഷമാ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ജീവനറ്റ് കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ എഴുന്നേറ്റില്ല എങ്കിൽ എന്തു അവിടെ പറയുന്നത്, ഞാൻ കള്ളനെ പോലെ വരുമെന്ന. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. കാരണം കള്ളനെ പോലെ അത് ജീവനില്ല. ജീവൻ ഉണ്ടെങ്കിലല്ലേ ഒരു കള്ളൻ വീട്ടിൽ ആക്രമിക്കാൻ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ തയ്യാറായിട്ട് നിൽക്കത്തുള്ളൂ. ജീവനറ്റ് കിടക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ എതിർത്ത് നിൽക്കാൻ കഴിയുന്ന ശത്രുവിനെ? അപ്പം ആ ഒരു ഉപമയോടാണ് ദൈവം അവിടെ പറയുന്നത്. നിങ്ങൾ കേട്ടു, യു ഹേർഡ്, യു റിസീവ്ഡ്, പക്ഷെ നിങ്ങളിൽ യാതൊരു പ്രവൃത്തിയും നിങ്ങൾ അത് അതായത് നിലനിർത്താൻ കഴിയാതെ ആയതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി പൊക്കോണ്ടിരിക്കുക എന്നാണ് ദൈവം പറയുന്നത്. അവിടെ 4-ാമത്തെ ഒരു വാക്യമുണ്ട്, അതൊന്ന് വായിക്കാമോ? എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. വായിച്ചോട്ടെ. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. സ്തോത്രം. അത് നോക്കിയാട്ടെ പറയുവാണ്, ഇത്രയും നടന്നിട്ടും അവിടെ ഒരു കൂട്ടം ജനം അവരെന്തുവാ, അവരുടെ വസ്ത്രം കരയൊന്നുമില്ലാതെ മലിനപ്പെടുത്താതെ അവർ കാത്തു സൂക്ഷിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവരെ ചുറ്റിലും ആ സാർദിസ് സഭയോട് പറയുമ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി പോയി, എല്ലാം ചത്തെന്നാ പറയുന്നത്. പക്ഷെ എങ്കിലും അവിടെ ദൈവം ഒരു ശേഷിപ്പ് അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് ദൈവന്മാർ പറയുന്നത് അവിടെ, ഇല്ലേ?
ദൈവം അവിടെ എടുത്തു പറയുകയാണ്, അവർക്ക് ഞാൻ വെള്ള വസ്ത്രം കൊടുക്കും, അവര് എന്റെ കൂടെ നടക്കുന്ന. ദേ വിൽ വാക്ക് വിത്ത് മീ എന്നാ പറയുന്നത്. അവരെ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും അവരുടെ പേര് ഞാൻ എടുത്തു മാറ്റുകയില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജീവപുസ്തകത്തിൽ നിന്നും പേര് നീക്കം ചെയ്യുവാൻ കഴിയുമോ? കഴിയുമെന്നല്ലയോ അതിന്റെ അർത്ഥം? ഈ മലിനപ്പെടുത്താതെ ഈ വസ്ത്രം അഴുക്ക് കര ചുരുക്കമൊന്നും ഇല്ലാതെ അവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അവരെ ദൈവം പറയണം, ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും അവരുടെ പേര് ഞാൻ എടുത്തു മാറ്റത്തില്ല. നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ വസ്ത്രത്തെ അവര് സൂക്ഷിക്കുന്നവരാണ്, അവരെ ഞാൻ വെള്ള വസ്ത്രം ഉടുപ്പിച്ച് എന്നോടുകൂടെ ഞാൻ നടത്തുമെന്ന്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമ്മുടെ ഈ ചുറ്റിലും നടക്കുന്നത് എന്ത് തന്നെ, ഏതെല്ലാം തരത്തില് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും പലവിധമായ വേദനകൾ കൊണ്ടുവന്ന് നമ്മളെ ഇല്ലാതാക്കാൻ നോക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾക്ക് മുൻപിലും വീണുപോകാതെ കർത്താവിൽ ഉറച്ചു നിൽക്കുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിനോടാണ് ദൈവം സംസാരിക്കുന്നത്. എല്ലാവരും ക്ഷയിച്ചുകൊണ്ടിരിക്കുവാണ്, എല്ലാവരും കഷ്ടങ്ങളെ നോക്കി ഈ കർത്താവിനെ തള്ളിപ്പറഞ്ഞ്, ഈ ദൈവം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഒരു കൂട്ടം ജനം ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന്, കർത്താവേ എല്ലാ കഷ്ടതകൾക്കും നന്ദി കർത്താവേ, അന്ത്യം വരെ മുറുകെ പിടിക്കുവാൻ, ലോകത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചവനെ നീ മതി എന്ന് പറഞ്ഞ് മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം ജനത്തിനെയാണ് ദൈവം പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, ഞാൻ വരുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകും. ഈ കൂട്ടമാണ് റാപ്ചറിൽ ദൈവം എടുക്കപ്പെടുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് 19-ാം അധ്യായത്തില് 10-ാമത്തെ വാക്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എലിയ പ്രവാചകൻ വളരെ ശക്തിയോടെ ഇസബലിനോട് വാദിക്കുന്ന ഒരു ചരിത്രം വായിച്ചു വരുമ്പോൾ അവിടെ നിന്നും പേടിച്ചു ഓടുകയാണ്. ഞാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ബാലിന്റെ മുൻപിലും മുട്ടുമടക്കി, ബാക്കി എല്ലാവരും കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ അവിടെ ആ സമയത്ത് എന്താ പറയുന്നത്? 18-ാമത്തെ വാക്യം വരുമ്പോൾ, 1 രാജാക്കന്മാരുടെ 19-ല് 18-ാമത്തെ വാക്യം വരുമ്പോഴും ഇതേപോലത്തെ ഒരു വാക്യം അവിടെ നമുക്ക് അതിന്റെ കമ്പാരിസണിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അവിടെ അപ്പോഴും പറയുന്നുണ്ടോ, എലൈജ പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞ്, ഏലിയ പ്രവാചകൻ പറഞ്ഞു എല്ലാവരും അവളുടെ മുൻപിൽ മുട്ടുമടക്കി. അപ്പൊ എലൈജയ്ക്ക് മനസ്സിലാവുന്നില്ല അവിടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കർത്താവ് വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ മാത്രം ഓടി വന്ന് രക്ഷപ്പെട്ടെന്നാ പറയുന്നത്. പക്ഷെ കർത്താവ് പറയാ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞാൽ, ഞാനൊരു ശേഷിപ്പ് 7000 പേരെ ഞാൻ അവിടെ മറവിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളും ഞാനും കർത്താവിന്റെ ആ മറവിലാണോ? നമ്മുടെ ചുറ്റിലും പ്രശ്നങ്ങളൊക്കെ വന്നോട്ടെ, ആ എണ്ണത്തിൽ നമുക്ക് കയറാൻ കഴിയുമോ? ആ കൂട്ടത്തിൽ നമ്മളെ കാണാൻ കഴിയുമോ? കർത്താവ് വരുമ്പോൾ കൊണ്ടുപോകാൻ പോകുന്ന ആ റാപ്ചറിൽ പോകുവാൻ നിങ്ങളുടെയും എന്റെയും പേരുണ്ടോ? സത്യമായി വാസ്തവമായി ഈ കർത്താവിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവെ, എന്തു വന്നാലും നിന്റെ ഈ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുകയല്ല കർത്താവെ എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? ഈ വായിക്കുന്ന വചനങ്ങളും എല്ലാം നാളെ ഒരു സമയത്ത് ഇതൊക്കെ നമ്മളുടെ മുൻപിൽ വാദിക്കും. ദൈവത്തിന് വിരോധമായത്, ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും നമ്മൾക്ക് വേണ്ട, ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? കർത്താവ് പറയാണ്, അവരുടെ കറ, അതായത് വെള്ള വസ്ത്രം എന്ന് പറയുന്നത്, എനിക്കൊരു സബ്ജക്ട് എടുക്കണമെന്നുണ്ട്. വെള്ള വസ്ത്രം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ പ്യോറിറ്റിയാണ്. വിവാഹത്തിനും വളരെ സെലിബ്രേഷനിലൊക്കെ ഇട്ട് വരുന്ന ഒരു വെള്ള വസ്ത്രമുണ്ട്. അത് സാധാരണ വസ്ത്രമല്ല. അത് എല്ലായിടത്തിലും അഴുക്കിലും പുഴുക്കിലും ഒക്കെ പോയി നമുക്ക് തൊടാനുള്ളതല്ല. അത് വളരെ സൂക്ഷിക്കും. നമ്മൾ ഓർത്ത് നോക്കി വൈറ്റ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ചാലും ഒത്തിരി സൂക്ഷിക്കും. അതിന്റെ എന്തെങ്കിലും ഒരു കറ വീണ് കഴിഞ്ഞാൽ അതിന്റെ ആ മഹത്വം പോവും, കറ പോകത്തില്ല. അപ്പൊ നമ്മൾ എത്രമാത്രം ആ വെള്ള വസ്ത്രം സൂക്ഷിക്കണം എന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ദൈവഹിതമില്ലാത്തത് ഒന്നും തന്നെ വേണ്ട. ഈ ഉറക്കത്തിലും ഊണിലും എല്ലായ്പ്പോഴും ഈ ദൈവത്തെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. പ്രശ്നങ്ങൾക്ക് അതിന്റെ അളവ് കൊടുത്താൽ മതി, അത് നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾക്കും എനിക്കും ഒരു തിരശീല പോലെ പ്രശ്നങ്ങൾ വലിയൊരു മല പോലെ കുന്നുകൂട്ടി വെച്ചിട്ട് കർത്താവിന്റെ മുഖം അന്വേഷിക്കാത്ത രീതിയിൽ പ്രശ്നങ്ങൾ വലുതാക്കിക്കൊണ്ട് നിന്നാലുണ്ടല്ലോ, ദൈവം നമ്മളോട് സംസാരിക്കുന്നതും ദൈവത്തിന്റെ ശബ്ദവും നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. ഒരു അസാധാരണമായ ഒരു യാത്രയിലായിരിക്കട്ടെ നിങ്ങൾ എല്ലാവരും. ഇനി പുതിയ യാത്രയിൽ നമ്മൾ ഒന്ന് തുടങ്ങണം, പുതിയൊരു തീരുമാനം. കാരണം ഇനിയും സമയം പോയിട്ടില്ല. കാരണം കർത്താവിന്റെ വരവ് വരെയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വലിയ ഗ്രേസ് ആണ് ഇപ്പോൾ.
ദൈവത്തിന്റെ വരവ് വരെയും നമ്മൾ പൂർണ്ണമായി അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവെ, എവിടെയൊക്കെയാണ് ഞാൻ ക്രമീകരിക്കേണ്ടത്, എവിടെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരേണ്ടത്, ഏതിലൊക്കെയാണ് കർത്താവെ ഞാൻ മുൻസ്ഥാനം കൊടുക്കുന്നത്, ബന്ധങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒക്കെ അതിൻ്റെതായ പ്രാധാന്യത്തിൽ അത് നിർത്തിയാട്ട് കർത്താവിനെ അളവിനധികം അവനെ ആദ്യം സ്നേഹിക്കാൻ കഴിയണം. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു കാര്യമാണ്. ഞാൻ ഒത്തിരി കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി. നമ്മളെല്ലാം പറയും, ഞാനും പറഞ്ഞു, കർത്താവെ നീ അല്ലാതെ എനിക്ക് ഐ ലവ് യു ലോർഡ്, ഐ ഡു എവറിത്തിങ് ഫോർ യു മാസ്റ്റർ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നവരാണ്. പക്ഷെ ഹസ്ബൻഡിന്റെ മരണം കഴിഞ്ഞപ്പോൾ ഒരു 6-7 ആഴ്ച ഞാൻ കംപ്ലീറ്റ്ലി ദൈവം വേണ്ട, ഒന്നും വേണ്ട, എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഞാനത് പറഞ്ഞാൽ? ബൈബിൾ ഞാൻ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയാണ്, ദൈവത്തെ തള്ളി പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ആറാഴ്ച ഞാൻ മുറിക്കകത്ത് അടഞ്ഞിരുന്നു. കർത്താവ്, എനിക്കിനി വേണ്ട, ഇതാണോ നീ പറഞ്ഞ അനുഗ്രഹം? ഹസ്ബൻഡ് വിശ്വാസത്തിലല്ല, അദ്ദേഹത്തെയും കൂടെ ദൈവം മാറ്റിക്കൊണ്ടുവരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ കാത്തിരുന്നു. പക്ഷേ ദൈവം ആഗ്രഹിച്ചത് അതല്ല. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എനിക്ക് ദൈവത്തോട് ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ ദുഃഖം, പ്രയാസം എല്ലാം കൂടെ കളന്നുള്ള ഒരു പ്രയാസം. ഇതാണോ ദൈവമേ നീ എനിക്ക് വെച്ചിരുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു. ഇനി എനിക്ക് ഇങ്ങനെ ഒരു ദൈവമാണ്, എന്നെ വിട്ടേക്ക്, എന്നെ വെറുതെ വിടണമേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ വാ കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്തെന്ന് നീ വെളിപ്പെടുത്താതെ നിന്റെ സാന്നിധ്യം ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് 6 ആഴ്ച കഴിഞ്ഞ് 7-ാമത്തെ ആഴ്ച, അന്നൊന്നും ചർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ വേറെ ഒരു ചർച്ചിൽ ഞാൻ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സമയമാണ്. 7-ാമത്തെ ആഴ്ച ഞായറാഴ്ച രാവിലെ ആയപ്പോൾ, അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളുടെ ചർച്ചിലെ ആരാധന, 12 മണിക്ക് ശേഷം. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ്, ആഹാരവും കഴിക്കത്തില്ല, ഊണില്ല, ഉറക്കമില്ല, ഒന്നുമില്ല, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ചത്താ മതി, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോയിക്കൊണ്ടിരുന്ന സമയം ഞാൻ അടുക്കളയിൽ കയറി ഒരു കോഫി ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറി കോഫി ഉണ്ടാക്കിയ സമയത്ത് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ എൻ്റെ വായിൽ നിന്നും ഒരു പാട്ട്, നീ എൻ്റെ സർവ്വവും നീ എനിക്കുള്ളവെന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് എൻ്റെ നാവിൽ വന്നു. കോഫി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അപ്പൊ ഞാൻ ആ ഒരു കോറസ് പാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ, ഞാൻ പാടത്തില്ലെന്ന് പറഞ്ഞാണല്ലോ, വാശി പിടിച്ചാണല്ലോ എന്നെ തന്നെ നിയന്ത്രിക്കാതെ ഈ പാട്ട് വെളിയിൽ വന്നല്ലോ എന്ന്. പരിശുദ്ധാത്മാവ് ആ നിമിഷം എന്നോട് ഇടപെട്ട നിമിഷങ്ങൾ, നീ പാടത്തില്ല എന്ന് പറഞ്ഞ് നീ പാടിയതോ. അപ്പൊ ഞാൻ ഓർത്തു, അയ്യോ, ഉടനെ നിർത്തി. അടുത്ത സെന്റൻസ് എന്നോട് പറയുവാണ്, നീ എന്നെക്കാട്ടിലും അധികം നിന്റെ ഭർത്താവിനെ സ്നേഹിച്ചില്ലയോ? കാരണം ഒരു ചെറിയൊരു വേർപാട് വന്നപ്പോഴത്തേക്കിന് സൃഷ്ടിച്ച കർത്താവിനെ ഞാൻ തള്ളി പറഞ്ഞു. അതുവരെയും എന്നെ വളർത്തിയ ദൈവത്തെ ഞാൻ തള്ളി പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവേ, 46-ാമത്തെ വയസ്സിൽ വിധവയാകുകയാണ്. 46-ാമത്തെ വയസ്സ്, അതുവരെയും എന്നെ സൃഷ്ടിച്ച ദൈവം, എന്നെ പഠിപ്പിച്ച് എന്നെ ഇത്രത്തോളം അറിവിലും ജ്ഞാനത്തിലും എല്ലാം നടത്തിയൊരു ദൈവം, സകല അനുഗ്രഹം നൽകിയ ദൈവത്തെ ഇടയ്ക്ക് വന്ന ഈ ബന്ധത്തിൽ ഞാനത് തള്ളിപ്പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കുത്തുകൊണ്ട് ഞാൻ നിലവിളിച്ച പകലായിരുന്നു അത്. ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിച്ചില്ലയോ കർത്താവേ, എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞ് ഞാൻ ദയ തോന്നി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച സമയമായിരുന്നു. എന്നോട് മനസ്സലിയണമേ അപ്പാ. കാരണം നമ്മളെല്ലാം ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടിയാണ്. പക്ഷെ ഒരടി അങ്ങോട്ട് കിട്ടട്ടെ, അപ്പ അറിയാം നമ്മൾ ആരാന്ന്. എന്തെങ്കിലും ഒന്ന് നമ്മുടെ കാതലായ കാര്യങ്ങളിൽ ദൈവം ഒന്ന് തൊടട്ടെ, അപ്പോൾ അറിയാം ഈ ദൈവത്തെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുമെന്ന്. ആ സമയം എനിക്കിവിടെ രാവിലെ 10:30 മണിക്ക് ഇവിടെ സംഭവിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ആ 6 ആഴ്ച മരണത്തിന് ശേഷം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്തെന്ന് വെളിപ്പെടുത്താതെ നിന്റെ ആലയത്തിൽ ഞാൻ കാലുകുത്തത്തില്ല. ഇതാണ് എൻ്റെ ഈ വഴക്ക് ദൈവമായിട്ട്. എന്തുവാ നടക്കുന്നതെന്ന് പറയാതെ നിന്റെ ആലയത്തിൽ ഞാൻ കാലുകുത്തത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് മനസ്സങ്ങം അറിയിച്ചു പോയി. പ്രാർത്ഥിക്കത്തില്ല, വീട്ടിൽ ആരെയും ഞാൻ കേട്ടത്തില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല, ആരെയും ഞാൻ കേട്ടത്തില്ല. ഇതായിരുന്നു അന്തരീക്ഷം. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ഏതാണ്ട് ഒരു 45 മിനിറ്റ്സ് യാത്രയിൽ ഒരു ഒരു ദൈവദാസൻ, വേറെ എനിക്കറിയാവുന്ന ഒരു പഴയ ഒരു ഫ്രണ്ട്, ചർച്ചിൽ വരുന്ന ഒരു ഫാമിലി മെമ്പറുമായിട്ട് വീട്ടിൽ മണി 11:15 കോളിംഗ് ബെൽ അടിക്കുക. കതവ് തുറന്ന് നോക്കിയപ്പോൾ ഒരു വെള്ളക്കാരൻ നിൽക്കുക, ആ പയ്യനും നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ ആ പയ്യനെ എനിക്കറിയത്തുള്ളൂ, ഈ വെള്ളക്കാരൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അവർ പറഞ്ഞു, സിസ്റ്ററെ, കെൻ ഐ കം ഇൻസൈഡ്? ഞാൻ പറഞ്ഞു, യെസ് പാസ്റ്റർ, പ്ലീസ് കം. അതുവരെ ഞാൻ ആരെയും കേട്ടത്തില്ല പ്രാർത്ഥിക്കാൻ. ദേഷ്യ ഏതാനും 1 അവറിനകം എന്റെ മനസ്സ് മാറി. അദ്ദേഹം അകത്തോട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ പേര് ബാരി ആഡംസ്. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. 76-78 വയസ്സുണ്ട് അങ്കിളിനിപ്പം.
ഈ പുള്ളി പറഞ്ഞു ഞാനൊരു ചർച്ചിലെ പാസ്റ്ററാണ്, ഞാൻ സിസ്റ്ററിനെ കുറിച്ച് കേട്ടു, ഒത്തിരി ഇവാഞ്ചലിസം സ്ട്രീറ്റിലൊക്കെ ഒത്തിരി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ കേട്ടു. ഇങ്ങനെ ഒരു കഷ്ടം, ഭർത്താവിന്റെ വേർപാട് കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. ഞങ്ങൾ പ്രാർത്ഥിക്കാണ് സഭയായി. ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ രാവിലെ എൻ്റെ സർവീസ് കഴിഞ്ഞപ്പോൾ മെസ്സേജ് കഴിഞ്ഞ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഓഫീസ് റൂം ഉണ്ട്, അതിൻ്റെ അകത്ത് ചെന്ന് ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് കോൺഗ്രിഗേഷനിൽ വന്ന് അവസാനത്തെ സ്തോത്രാഴ്ചയുടെ പാട്ടും എടുത്ത് ബെനഡിക്ഷൻ പറയുമ്പോഴാണ് ഞാൻ പിന്നെ വന്ന് ആ ചർച്ചിൽ വീണ്ടും കൂട്ടായ്മയിൽ അവിടെ വരും. അദ്ദേഹം തനിയെ ഒരു ഓഫീസിൽ പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ അവിടെ പോയപ്പോൾ ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ഗോ ടു മൈ ഡോട്ടേഴ്സ് ഹൗസ് നൗ എന്നുള്ളൊരു ശബ്ദം. എൻ്റെ മകളുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ പോകണം എന്നുള്ളൊരു ശബ്ദം കേട്ടത് കൊണ്ട് സർവീസ് തീരുന്നതിന് മുമ്പേ ഞാൻ ഓടിച്ചെന്ന് എബി എന്നാണ് ആ ബ്രദറിന്റെ പേര്, ആ എബിയെ വിളിച്ചുകൊണ്ട് എന്നെ എത്രയും വേഗം ആ വീട്ടിൽ കൊണ്ടുപോ, ആ സിസ്റ്ററിന്റെ വീട്ടിൽ കൊണ്ടുപോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഓടി വരുന്നത്. ഐ എം സോറി, അപ്പോയിന്റ്മെന്റ് എടുക്കാതെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ പാസ്റ്റർ, പ്ലീസ് കം എന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് എൻ്റെ ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. ലിവിംഗ് റൂം ഇരുന്നപ്പോൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദൈവത്തിന്റെ ഒരു അരുളപ്പാട് സിസ്റ്ററിനോട് അറിയിക്കേണ്ടതുണ്ട്. ഇത് ഒരു പക്ഷേ ഒരു മലയാളി പറഞ്ഞിരുന്നാൽ എനിക്കൊരു ഡൗട്ട് വന്നേനെയാണ്. ഇതൊരു വെള്ളക്കാരനാണ്, വേറെ ജാതിക്കാരനാണ്. ഈ മനുഷ്യനാ വന്നത്. വന്നപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പാസ്റ്റർ. ആ ഏഴാമത്തെ ആഴ്ച എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ടൈം പ്രയർ നടക്കുക. അതുവരെയും ഞാൻ സമ്മതിക്കത്തില്ല, വെറുപ്പായിപ്പോയി, ദേഷ്യമായിപ്പോയി ഇതിനോട് മൊത്തം. അങ്ങനെ കാരണം എനിക്ക് ആ പെയിൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതാണ് അതിന്റെ ആഴം. അപ്പോൾ അദ്ദേഹം വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. 9 വയസ്സ് മുതൽ നീ എൻ്റെ ശബ്ദം കേട്ടവളല്ലയോ എന്ന്. ഞാൻ വിറച്ചുപോയി, അവിടെ പേടിച്ചുപോയി. 9 വയസ്സ് മുതൽ എൻ്റെ ശബ്ദം കേട്ടവളല്ലയോ നീ എന്ന് പറഞ്ഞ് അങ്ങോട്ട് എൻ്റെ ലൈഫിന്റെ കംപ്ലീറ്റ്ലി ഇതുവരെയുള്ള ചരിത്രം പറയുകയാണ്. എൻ്റെ വേലയ്ക്കായി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്, ഞാൻ അനേക ആത്മാക്കളെ നിന്നിൽ കൂടെ ഞാൻ നേടുവാനിരിക്കുന്നതിനെ നീ എങ്ങനെ എന്നെ തള്ളിപ്പറയും എന്ന് പറഞ്ഞു. വളരെ ഒരു ഫ്രണ്ട് സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ട വാക്കുകളാണ്. ഇതെല്ലാം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എൻ്റെ വേലക്കാരൻ നിന്നെ കണ്ടതുകൊണ്ട് ഞാൻ പല സന്ദർഭങ്ങൾ തന്ന് അവൻ എന്നോട് മറുതളിച്ചത് കൊണ്ട് എൻ്റെ വേലയ്ക്കും എൻ്റെ പദ്ധതിക്കും ഒത്തവണ്ണം നിന്നെ കൊണ്ടുവരുവാനായി അവനെ നിന്റെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റിയത് ഞാനാന്നുള്ളത് നീ മറക്കണ്ട. ഇങ്ങനെയാണ് ഇടപെട്ടത്. എഴുന്നേൽക്കുക, ആയിരങ്ങളെ നീ എനിക്ക് വേണ്ടി കൊയ്യും എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ശബ്ദം എല്ലാം കേട്ട് അവസാനം ഒരു വേർഡ് പറഞ്ഞു, ഇനി നിന്റെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യമുണ്ടോ ചോദിക്കുക. ഞാൻ വിറച്ചുപോയി സത്യം പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്തെന്ന് പറയാതെ ഞാൻ നിന്റെ ആലയത്തിൽ കാലുകുത്തത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇനി നിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യമുണ്ടോ എന്ന് വെച്ചപ്പോൾ ഞാൻ അങ്ങ് പേടിച്ചുപോയി. സത്യമായിട്ട് ഞാൻ പറയട്ടെ, ഹൃദയത്തെ അറിയുന്നവൻ നമ്മുടെ ചെറിയ ഒരു ചോദ്യത്തെ പോലും അവൻ മറക്കുന്ന ഒരു ദൈവമല്ല. ഞാൻ അന്നേരം ഓർച്ച് കർത്താവേ, സാധാരണക്കാർ ഒരു സ്ത്രീ, ഞാൻ എനിക്ക് വേണ്ട നിന്റെ ഭക്തനെ, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യനെ എൻ്റെ വീട്ടിൽ കറക്റ്റ് ടൈമിന് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വിടുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആലയത്തിൽ പോകുമ്പോൾ കറക്റ്റ് 12:30 മണി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാൻ ആലയത്തിൽ പോയി ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ പറഞ്ഞത്, ഈ അപ്പ ഇനി എത്ര നീതിയുള്ള ദൈവമാണെന്ന് ഞാൻ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. സഹോദരിമാരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കർത്താവിനെ നമ്മൾക്കൊരു കഷ്ടം വന്നിട്ടല്ല ഈ ദൈവത്തെ അറിയേണ്ടത്, ഇപ്പോൾ ഉള്ളതുപോലെ അവനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മളുടെ ജീവിതത്തിനോട് എന്തെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മേൽ ഒരു വാഗ്ദത്തം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും, അത് നിവർത്തിയാക്കിയിരിക്കും. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, അത് ദൈവത്തിന്റെ നീതിയാണ്. അതിൽ നിന്നും നമുക്ക് വേർതിരിയാനോ മാറി നിൽക്കാനോ കഴിയത്തില്ല. എനിക്ക് വളരെ സന്തോഷം തോന്നി നിങ്ങൾ ഒരു കൂട്ടം ജനം ഇങ്ങനെ ഒരുമിച്ച് ഈ കൂടുന്നത്. എന്താണെന്നറിയാമോ? ദൈവം ഒരു ശേഷിപ്പ് കർത്താവ് കരുതുന്നുണ്ടെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് ഇതുപോലെ 2 ഗ്രൂപ്പിനെ ഞാൻ കാണുവാനിടയായി. ഇപ്പോൾ ദൈവം എനിക്ക് നിങ്ങളെയും കാണിക്കുവാണ്. 3 നല്ല അനുഗ്രഹമേറിയ ഒരു ഗ്രൂപ്പിനെ എനിക്ക് ദൈവം കാണിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ചില സമയത്ത് ഞാൻ ദുഃഖിക്കും, കർത്താവേ എന്താണ് ഈ ആലയങ്ങളുടെ ഒക്കെ പോക്ക്, കേരളത്തിലെ പലവിധമായ വിമർശനം ഒക്കെ കേൾക്കുമ്പോൾ വളരെ ദുഃഖവും വേദനയും തോന്നുന്ന നിമിഷങ്ങളാണ്. അപ്പൊ ഞാൻ അന്നേരം ഓർക്കും, കർത്താവ് പക്ഷേ ദൈവം എൻ്റെ മനസ്സിന് നൽകുന്ന ആശ്വാസമാണ്. ആ 10 കന്യകമാരിൽ 5 എണ്ണം ശേഷിപ്പായി അവർ കാത്തിരുന്ന് അവരുടെ എണ്ണ ശേഷിച്ച് അവർ വെച്ചിരുന്നത് പോലെ
ആ ഒരു കരുതൽ ദൈവം ഇവിടെ നിങ്ങളുടെ ഇടയിൽ കാണാൻ തുടങ്ങിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതിശക്തമായിട്ട് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം ഉരുവാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് എനിക്ക് തോന്നുന്നു സഹോദരിമാർ ശക്തമായി ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു വാസ്തവം, വലിയ ഒരു സത്യം അതാണ്. അതുകൊണ്ട് അധികമായി ഇനി ദൈവം പ്രവർത്തിക്കട്ടെ. എന്തു വന്നാലും കുലുങ്ങിപ്പോകാത്തൊരു വിശ്വാസ ജീവിതത്തിൽ ദൈവം ആ ഫൗണ്ടേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളെല്ലാം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്താ? ഇതൊക്കെ നമുക്ക് ദൃഷ്ടാംഗമായി ജീവിതത്തിൽ പലരുടെയും വീഴ്ചകളും എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? നിങ്ങളും ഞാനും അത് കണ്ടുപഠിക്കാനാണ്. നമ്മുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവന്റെ സത്യവചനങ്ങളാണ്. വചനത്തിന് വേറൂന്നി നിന്ന് കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് കാവൽക്കാര രാത്രി എന്തായി എന്ന് പറയുന്നത് പോലെ കർത്താവെ, എല്ലാവരും വീണുകൊണ്ടിരിക്കുന്നു, സഭകൾ തകർന്നുകൊണ്ടിരിക്കുന്നു, ഭക്തന്മാർ കർത്താവെ ഹല്ലേലൂയ അനേകർ ദൈവമേ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവജനമായ ഞങ്ങളോ കർത്താവെ, ഞങ്ങൾ എവിടെ പോകും? കർത്താവെ, നിന്നിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ, നിന്റെ വചനത്തിൽ വേറൂന്നുവാൻ കർത്താവെ, വരുന്ന എന്ത് കഷ്ടതയ്ക്കും കർത്താവെ നന്ദി എന്ന് പറഞ്ഞ് അവന്റെ വരവ് കർത്താവെ, നിന്റെ ആദ്യത്തെ റെസറക്ഷനിൽ നിങ്ങളും ഞാനും പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ പോയില്ല എങ്കിൽ പിന്നെ വരാൻ പോകുന്ന മഹാ ഉപദ്രവത്തിലൊന്നും ദൈവമേ നമ്മൾ ആരും അതിൽ വരലേ എന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ നാളുകളിൽ വളരെ ശക്തമായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ജിസിക്കായി ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നേഹയുടെ മമ്മിയും